അപ്പം 2025 നമ്മിൽ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സമയമെടുത്തൊന്ന് ചിന്തിക്കുക. 25ന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രീം ചെയ്തിരുന്നോ? ഞാനൊരു ഡയറക്ഷൻ, ഒരു ദിശ ഞാൻ നിശ്ചയിച്ചിരുന്നു. 25 എനിക്ക് ഇന്നതൊക്കെ നേടണം, ഞാൻ ഇന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുക. ചെയ്തിരുന്നോ ഇല്ലയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഒന്ന് ചാറ്റ് ബോക്സിൽ എസ് ഉള്ള ഒരു എസും നോ ഉള്ള ഒരു നോ എന്നടിക്കാവോ? 2025 2025 ഇതേപോലെ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു പോയിട്ടല്ലോ. 2024 ഡിസംബർ 31, 2025 ജനുവരി 1. ആ ഒരു സമയത്ത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ് കോമൺ ആയിട്ട് പറയാ, എല്ലാവരും ചെയ്യുന്നതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ? നോ. യെസ്. ചെയ്ത ആളുകളുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ യെസ്. ഐ ജോസ് മാഡം ചെയ്തിട്ടുണ്ട്. യെസ്. നോ. ഓക്കെ. ഷബീർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ദീപ്തി മാഡം നോ. ഓക്കെ. അനീഷ മാഡം നോ. ഓക്കെ. യെസ്. അവൻ ചെയ്ത ആളുകളിൽ ചെയ്യാത്ത ആളുകളെ വിടുക. നമ്മൾ അങ്ങനെ ആദ്യം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു? ആ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്തോ? അതെല്ലാം അതിന്റെ ഒരു 10%, 20%, അങ്ങനെ ഒരു പെർസെന്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര 100% അച്ചീവ് ചെയ്തവരുണ്ടോ? 50% അച്ചീവ് ചെയ്തവരുണ്ടോ? അതുകൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം. ഡ്രീം സെറ്റ് ചെയ്ത ആളുകൾ, ലക്ഷ്യം സെറ്റ് ചെയ്ത ആളുകൾ, അതിന്റെ എത്ര പെർസെന്റേജ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി? അതിൽ 0 ആണെങ്കിൽ 0, 50 ആണെങ്കിൽ 50, 25, 25, 75 ആണെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് അതും കൂടി ഒന്ന് ചെയ്ത ആളുകൾ 14%. വളരെ കറക്റ്റ് ആയിട്ട് ഒരു 14%. ഓക്കെ, ഗുഡ്. വെരി ഗുഡ് വിജയ് സാർ. 14%. ഓക്കെ. ദെൻ 88% ഐ വിജയസ് മാഡം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ജയശ്രീ മാഡം 26%. രാഹില സലീം 10%. ഓക്കെ, ഗുഡ്. 20%. ഗുഡ്. വെരി ഗുഡ് റെസ്പോൺസ്. ഓക്കെ. യെസ്. ഷബീർ. ഹാരിസ് 50%. വെരി ഗുഡ്. ഓക്കെ. യെസ്. താങ്ക് യു, താങ്ക് യു. ശ്രീദേവി മാഡം 10%. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ആളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനെ പറ്റി വിലയിരുത്തിയപ്പം ചിലർക്ക് 10%, 14%, 50%, 88% ഒക്കെ സക്സസ് ആയ ആളുകളുണ്ട്. ഓക്കെ. 25% കത്തിച്ച മാഡം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പം സെൽഫായിട്ട് വിലയിരുത്താം. ഞാൻ 100% സെറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് അതിന് 20%, 10%ആണ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തൽ നിർബന്ധമാണ്. എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല? ഒന്നാമത്തെ ഒരു വിലയിരുത്തൽ അതാണ്. അത് ഓരോരുത്തരും സെൽഫായിട്ടും ചിന്തിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് 100%ലേക്ക് എത്താൻ പറ്റാഞ്ഞത്? എവിടെയാണ് എനിക്ക് ബ്ലോക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഞാൻ 10% നിന്നത്? ആരാണ് മൈക്ക് ഓൺ ചെയ്തിട്ടുള്ളത്? ഇവിടുന്ന് ശബ്ദം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. കമന്റിൽ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആരെങ്കിലും ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ. യെസ്. ഇപ്പം ക്ലിയർ ആണോ ആയിരിച്ച? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ക്ലിയർ ആണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. ഡോണ്ട് വറി. ഒരു മിനിറ്റ്. ഓക്കെ. യെസ്. ദെൻ ഇനി ഒരു പഠനങ്ങൾ പറയുന്നത് എല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ റെസൊല്യൂഷൻ ഒക്കെ സെറ്റ് ചെയ്യും. 95% ക്വിറ്റ് ബൈ ഫെബ്രുവരി എന്നാണ്. 95% ജനുവരിയിൽ ഉണ്ടാവും. ഫെബ്രുവരി ആകുമ്പോഴേക്ക് ഏകദേശം എന്തായിട്ടുണ്ടാവും? അത് വിട്ടുപോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. 95% അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ. ദെൻ 10% സ്റ്റിൽ ഗോയിങ്. ഓക്കെ. ഒരു 10% ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ടാവും. 5%ആണ് പ്രോപ്പർ ആയിട്ട് സക്സസ് ആവുന്നുള്ളൂ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം 95% കിറ്റ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. വാട്ട് ഈസ് ദ റീസൺ ഫോർ കിറ്റ് ദ ന്യൂ ഇയർ റെസൊല്യൂഷൻ? വലിയ എനിക്ക് ഹെൽത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഫിനാൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം, പല റീസൺ കൊണ്ട് പല മേഖലയിൽ നമ്മൾ വലിയ സെറ്റിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഒറ്റ മാസം മാക്സിമം ഒരു ജനുവരിയിൽ അത് മാക്സിമം മുട്ടിക്കും. ഫെബ്രുവരി ആകുമ്പോഴേക്കും 95%, ചെറിയ പെർസെൻറ്റേജ് അല്ല കേട്ടോ, 95%. ഓക്കെ വിജയ് സാർ. നോ കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇല്ലാത്തത് എന്നുള്ളതിന് കൂടി നമ്മൾ ആൻസർ കണ്ടെത്തണം. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെയാണ് സ്കിപ്പ്. ജിമ്മിൽ പോയി തുടങ്ങും, 2 ദിവസം പോകും, 4 ദിവസം പോകും, പിന്നെ സ്കിപ്പ് ചെയ്യും. ഫുഡിൽ കൺട്രോൾ കൊണ്ടുവരും, അത് സ്കിപ്പ് ചെയ്യും. ഫിനാൻഷ്യൽ കൺട്രോൾ കൊണ്ടുവരും, അത് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ 95% സ്കിപ്പ് ചെയ്യുന്നത്. ഓരോരുത്തർ റിലേറ്റഡ് ആക്കാം, നമ്മോട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ 14%, 10%, 80% ഒക്കെ ആകുമ്പോൾ നമ്മിൽ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സ്കിപ്പ് ചെയ്തത് എന്നുള്ളത് മറ്റുള്ളവരെ ചിന്തിക്കേണ്ട.
നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളും ഈ പറയുന്ന 25ലേക്കും 10ലേക്കും ഒക്കെ വന്നത്. ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇതിനെ സ്കിപ്പ് ചെയ്തത്. ഓക്കെ, പല റീസണുകൾ ഉണ്ടാവാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ ഈ 2026 വരുന്നുണ്ട്. വലിയ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ. ഇപ്പോൾ 2026 എത്ര പേര് കറക്റ്റായിട്ട് ഗോള് നല്ല ഒരു പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? 2026 ഗോള് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആളൊന്ന് കമന്റിൽ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. 2026 കഴിയുമ്പോൾ ഇന്ന പോലെ ആവണം, ജനുവരിയിൽ ഇന്ന പോലെ, ഫെബ്രുവരിയിൽ ഇന്ന പോലെ, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ. യെസ് വിജയ് സാർ, വെരി ഗുഡ്, താങ്ക് യു. ഡിസിഷൻ ഹെൽത്ത് വീക്ക്, ഓക്കെ. ഹാരിസ് ഡിസിഷൻ വീക്ക് ആയത്, ഓക്കെ. ദീപ്തി മാഡം യെസ് റെഡിയാണ്, താങ്ക് യു, വെരി ഗുഡ്. ദെൻ അനീഷ മാഡം യെസ് 2026 ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. അജിത, റാഹില സലീം, ജയശ്രീ മാഡം, ഗുഡ് ഗുഡ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. യെസ് GMNC ജമീല സലീം, ഓക്കെ, ഗുഡ്, യെസ്. ഇപ്പൊ 2026 സെറ്റാണ്, ഗോളൊക്കെ സെറ്റാണ്. ദെൻ ആ ഗോളിലേക്ക് എത്താനുള്ള ലക്ഷ്യം ഗോളാണല്ലോ അല്ലെ, മാർഗം വേണമല്ലോ. ആ മാർഗം പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച ഇത്ര ആളുകളുണ്ട്. ഗോൾ സെറ്റ് ചെയ്തു, അതിലേക്കുള്ള വഴി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളത്ത് കൊച്ചിക്ക് പോകണം, കോഴിക്കോട് എന്നെങ്കിൽ അതൊരു ലക്ഷ്യമാണ്. അതിലേക്ക് പോവാനുള്ള വഴി, പല വഴികളുണ്ട്. നമുക്ക് പ്ലെയിൻ എടുത്ത് പോവാം, ട്രെയിൻ എടുത്ത് പോവാം, ബസ് എടുത്ത് പോവാം, കാർ എടുത്ത് പോവാം. ബസ്സും കാറും എടുത്ത് പോകുമ്പോൾ തന്നെ വ്യത്യസ്തമായ വഴികളുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗോളിന്റെ കൂടെ, ലക്ഷ്യത്തിന്റെ കൂടെ മാർഗവും കൂടി പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ച, അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റും. ലക്ഷ്യം എഴുതി വെച്ച ആളുകൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ മാർഗവും കൂടി എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇത്ര ലക്ഷം ഓരോ മാസം ഉണ്ടാക്കണം, യെസ് യെസ് യെസ്, നോ, ഓക്കെ, ഓക്കെ, താങ്ക് യു, വെരി ഗുഡ് റെസ്പോൺസ്. ഓക്കെ, മാർഗവും കൂടി എഴുതി വെച്ച ആളുകളുണ്ട്, ചെയ്യാത്ത ആളുകളുണ്ട്, വെരി ഗുഡ്. ദെൻ സ്റ്റിൽ വർക്കിംഗ്, ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, വെരി ഗുഡ്, ഓക്കെ. 2026 കുറച്ച് ആളുകൾ ഗോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് എത്തിപ്പെട്ട വഴി എങ്ങനെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ ഗോളെ സെറ്റ് ചെയ്തിട്ടില്ല, അതിലേക്കുള്ള വഴികളും സെറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും സംഭവിക്കാറ് എന്താണ്, നമ്മളെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഒരിക്കലും നമ്മൾ എന്ത് ചിന്തിക്കാൻ പാടില്ല, ഒരു മാജിക് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ? ഒരിക്കലും ഇല്ല. മാജിക് റീസെറ്റ് ബട്ടൺ, അതായത് 2026 നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് സംഭവിച്ചോളും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ. 25-ലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. 25 ഇപ്പൊ അങ്ങനെ കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഓരോ വർഷം ഒരു 5 ഇയേഴ്സ് ബാക്കിലേക്ക് എടുത്ത് നോക്കിയാൽ മതി, എങ്ങനെ 5 വർഷം കഴിഞ്ഞു പോയി എന്നുള്ളത്. എന്താണ് നമ്മൾ സെറ്റ് ചെയ്തത്, എന്താണ് ചിന്തിച്ചതാണോ നടന്നത്, നമ്മൾ ആഗ്രഹിച്ചത് നടന്നോ, അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നടന്നതാണോ, അല്ലാതെ ഒരു മാജിക്കലായി സംഭവിച്ചതാണോ, അതൊക്കെ ഒന്ന് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എപ്പോഴും നാം നമ്മോട് തന്നെ സംസാരിക്കുക, സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ലാസ്റ്റിലൊരു 5 ഇയേഴ്സിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ പോലെ നടന്നോ, അത് നമ്മളെന്തെങ്കിലും പണിയെടുത്തിട്ടാണോ, അതെല്ലാം ഒരു മാജിക്കലായി സംഭവിച്ചത് എന്നുള്ളതൊക്കെ. അപ്പം ഒരു മാജിക് സംഭവിക്കുമെന്നുള്ളത് ഒരു മിത്താണ്. ചിലതൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാൻ, ചക്ക വീണപ്പം മുയൽ ചത്തു എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ റിയാലിറ്റി ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കും അതങ്ങനെ നടന്നോളും എന്നുള്ള ചിന്ത വിടുക. നമ്മൾ അതിന്റെ പുറകിൽ പണിയെടുക്കണം. ഗോൾ സെറ്റ് വഴിയും സെറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഓക്കെ. ഗോൾ സെറ്റ് വഴിയും ക്ലിയർ ആയില്ല എന്താ ഉദ്ദേശിക്കുന്നുള്ളത്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഓക്കെ. നമ്മളിപ്പോൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ. അതിലൂടെ നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കമന്റിൽ വന്നൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഗോൾ സെറ്റ്, അതായത് നമ്മൾ എന്ത് സ്റ്റേജിൽ നിൽക്കുന്നോ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ക്ലോസ് ചെയ്യാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറിയതിനു ശേഷം ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, സംഭവിക്കാൻ പോകുന്നതല്ല. നമ്മൾ ഇതിന്റെ കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഓക്കെ, അവിടെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. അങ്ങനത്തെ ഒരാൾക്കും സക്സസ് ആവാൻ കഴിയില്ല. സ്വയം തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നാം ഏത് സ്റ്റേജിലാണോ ഇപ്പൊ നിൽക്കുന്നത് അത് തിരിച്ചറിയുക. നമ്മൾ ചിലപ്പം 8ഉം 0-യിലായിരിക്കാം, അത് നാം തിരിച്ചറിയണം. അതിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതൊരു കമന്റ് വന്നപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് പറയുന്നതാണ്. നമുക്കൊരു ഭയം ഉണ്ടാവും അല്ലെ, നമ്മൾ ചിലപ്പം എല്ലാം വീണ് കിടക്കാവും, എല്ലാം നഷ്ടപ്പെട്ട് വീണ് കിടക്കുന്ന അവസ്ഥയായിരിക്കും. ആരും സഹായിക്കാനില്ല, നമ്മുടെ കയ്യിൽ 0 അല്ലെങ്കിൽ ഒത്തിരി ബാധ്യതകൾ എല്ലാം വെച്ചിട്ട് വീണ് കിടക്കുമ്പോൾ അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവും. ആ പേടിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവൂല. ആ ഒരു ഫിയറിനെ അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക. നാം എന്താണോ അത് തിരിച്ചറിയുക. നമ്മൾ ഇന്നത്തെ സ്റ്റാറ്റസ് ഏതാണോ അത് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ നാം എന്താവണം അതിനു വേണ്ടി ജീവിക്കുക. അതായത് നാളെ അല്ലെങ്കിൽ 2026 കഴിയുമ്പോഴേക്കും എനിക്കൊരു മാസം 1 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ആ 1 ലക്ഷം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വിശ്വസിക്കാൻ ആദ്യം പഠിക്കണം. ആ വിശ്വാസം വരണമെങ്കിൽ നമ്മൾ ഇപ്പം എവിടെ നിൽക്കുന്നത് തിരിച്ചറിഞ്ഞ് ആ പേടിയെ അഭിമുഖീകരിക്കാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറായി പറ്റൂ.
മനസ്സിനെ അതിന് പ്രാപ്തിപ്പെടുത്തിയാൽ മാത്രമേ പറ്റൂ. അതല്ലാതെ ആ ഒരു പേടി ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ എത്ര പണിയെടുത്താലും നാളത്തെ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു വലയത്തിൽ നിന്ന് പുറത്ത് കിടക്കാനോ കഴിയില്ല. നമ്മൾ അതിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ റൊട്ടേഷന് പുറത്ത് കിടക്കണമെങ്കിൽ ഇന്ന് ഞാൻ എന്താണോ, ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നോ അതിനെ വിശ്വസിക്കുക, ആ ഭയത്തെ അഭിമുഖീകരിക്കുക, ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക, അവിടെ നിന്നുകൊണ്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പം 0-യിലാണ്, എനിക്ക് അടുത്ത മാസം ഒരു 10,000 റുപ്പീസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് സക്സസ് ആയ ആളുകളായിട്ട് മാറണം. മനസ്സുകൊണ്ട് നമ്മൾ സക്സസ് ആണ്. നമ്മൾ എപ്പോഴും ഏറ്റവും വലിയൊരു നമ്മുടെ ഫോൾട്ട് എന്താണെന്നറിയോ? നമ്മൾ വീണ് കിടക്കുന്ന സമയത്ത് അത് തന്നെ നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അടുത്തൊന്നുമില്ല, ഞാൻ ഫെയിലർ ആണ്, എനിക്ക് എന്നെ സഹായിക്കാൻ ആളില്ല, എൻ്റെ അടുത്ത് ഒരു കാര്യമില്ല. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും സക്സസ് ആയ ആളുകളായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സക്സസ് ആവാൻ കഴിയും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മറ്റുള്ളവരോട് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളെ കാണാം. അത് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 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 മഹർഷി ഒരു കഥ പറയുന്നുണ്ട് തന്റെ ശിഷ്യനോട്. ഒരു പാമ്പിനെ, ഒരു ഒരു വിഷമില്ലാത്ത പാമ്പാണ്. ആ പാമ്പിനെ എല്ലാവരും കൂടി ചവിട്ടി കൊല്ലുന്ന ഒരു കഥയാണ്. അപ്പം ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ആ പാമ്പിനെ ആളുകൾ പേടിയല്ല, എത്ര കൂളായിട്ട് ആളുകൾ അതിനെ നിലത്തിട്ട് ചവിട്ടി കൊല്ലാറാക്കിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ മഹർഷി പറയുന്ന ഒരു മറുപടി ഉണ്ട്. അത് പാമ്പാണ്. ആ പാമ്പ്, അതിന് വിഷമില്ല എന്ന് പാമ്പിനറിയാം. പക്ഷെ ആളുകളെ കാണുമ്പോൾ വിഷമില്ല എന്നുള്ളത് അവിടെ കാണിക്കേണ്ട കാര്യമില്ല. പാമ്പിന് ജസ്റ്റ് ഒന്ന് പത്തി ഉയർത്തി ഒന്ന് ഒന്ന് ജസ്റ്റ് ആളുകളൊന്ന് പേടിപ്പെടുത്താൻ ശ്രമിച്ചാൽ ആളുകൾ അവിടെ ചവിട്ടി കൂട്ടില്ല അതിന്. ആളുകൾ ഭയന്നിട്ട് മാറി നിൽക്കും. അതെനിക്ക് വിഷമില്ല എന്ന് മറ്റുള്ളവരെ അറിയിച്ചത് കൊണ്ടാണ് ആളുകൾ നിസ്സാരമായിട്ട് ആ പാമ്പിനെ എന്ത് ചെയ്യുന്നത്? കാലുകൊണ്ട് ചവിട്ടാനൊക്കെ ധൈര്യം കാണിക്കുന്നത്. അത് ആ ഒരു എക്സാമ്പിൾ പറയത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വീണ് കിടക്കുകയാണെങ്കിലും നമ്മൾ വീണ് കിടക്കുക എന്നുള്ളത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ്, നമ്മൾ 0 ആണെന്ന് മറ്റുള്ളവർ അറിയുമ്പോഴാണ്, നമ്മളൊന്നും ഇല്ലാത്തവരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴാണ് നമ്മെ അവിടെ ഇട്ട് ചവിട്ടുക. ഒരാളും അവിടെ നമ്മൾ കൈ പിടിച്ച് പൊന്തിക്കാൻ വരില്ല. നമ്മെ അവിടെ ഇട്ട് മാക്സിമം ചവിട്ടി. നമ്മൾ എന്തിലാണോ നിൽക്കുന്നത് നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മൾ എന്തിലേക്കാണോ ആവേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് വന്നത് ആ ഒരു കമന്റ് ആണ്. നമ്മുടെ നിലവിലുള്ള സാഹചര്യം എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. നമ്മളുടെ ഭയത്തെ അഭിമുഖീകരിക്കുക. അതിൽ നിന്നുകൊണ്ട് ഞാൻ എന്താവണം, ഞാനതായി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോവുക. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനെന്ന് ചിന്തിക്കേണ്ട. അതെന്താണോ അതിൽ നിന്നുകൊണ്ട് അടുത്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു മാജിക് എന്നുള്ള സംഭവമില്ല. മാജിക് 2026 മാജിക് സംഭവിക്കില്ല ഒരിക്കലും. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട്, അതാണ്. ഓക്കെ, 2026 നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു മാജിക് സംഭവിക്കുമെന്ന് കരുതിയിട്ട് പോകണ്ട. അതൊരു മിത്താണ്. റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വെയ്ക്കപ്പ് ചെയ്യുക, ഉണർന്നെണീക്കുക, മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഞാൻ പറഞ്ഞു 95% എന്തുകൊണ്ട് ഫെയിലർ ആവുന്നു, 5% മാത്രം സക്സസ് ആവുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? ഫെയിലർ ആവുന്നവരൊക്കെ വെറും ഡ്രീമേഴ്സ് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കുക. ഗോൾസും ഡ്രീമും രണ്ടും രണ്ടാണ്. ഇവിടെ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സക്സസ് ആവുന്നില്ല. ഡ്രീമേഴ്സും ടോക്കേഴ്സും ഡ്യൂവേഴ്സും 3 കാര്യങ്ങളാണ്. 95% ആളുകളും ഡ്രീമേഴ്സും ടോക്കേഴ്സും മാത്രമാണ്. ഹു ഇസ് ദ ഡ്രീമേഴ്സ്? സ്വപ്നം കാണും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തില്ല. ഡൂവേഴ്സ് അല്ല, ആക്ഷൻ ഇല്ല. ഒരു ആക്ഷനും ചെയ്യാതെ സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് 95%. ടോക്കേഴ്സാ, വലിയ വായിൽ വർത്താനങ്ങൾ പറയും, അതല്ലാതെ ആക്ഷന്റെ ഭാഗത്തേക്കില്ല. വർത്താനവും സ്വപ്നവുമല്ല സക്സസ് ആവുന്നവരാരാണ്? ഡുവേഴ്സാ. ആക്ഷൻ എടുക്കുന്ന ആരാണോ അവർ സക്സസ് ആവും. അപ്പം 95% ഫെയിലർ ആവാൻ ഏറ്റവും വലിയ റീസൺ, അവർ വലിയ കാര്യങ്ങൾ ഗോളൊക്കെ എഴുതി വെക്കും, പക്ഷെ ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് അവർ പുറകോട്ടായിരിക്കും. രാവിലെ നേരത്തെ എഴുന്നേക്കണം എന്ന് എഴുതി വെക്കും, പക്ഷെ ആക്ഷൻ എടുക്കാൻ മടിയായിരിക്കും. അപ്പൊ ഡ്രീം ചെയ്യാൻ നമുക്ക് ഈസിയാണ്, വലിയ വായിൽ സംസാരിക്കാൻ ഈസിയാണ്, ആക്ഷനിലേക്ക് വരുമ്പോഴാണ് പ്രയാസം. അപ്പം 95% ആളുകൾ ഫെയിലർ ആവുന്നുണ്ടെങ്കിൽ 100% മനസ്സിലാക്കുക, ഡുവേഴ്സ് അല്ല, ആക്ഷൻ എടുക്കാൻ അവർക്ക് മടിയാണ്. ഹലോ, മൈക്ക് ഓഫ് ചെയ്യണേ. നാസ് എന്നുള്ള ആള് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. മൈക്ക് ഓഫ് ചെയ്യണേ. യെസ്, ഓക്കെ, താങ്ക് യു.
ഡ്യൂവേഴ്സ് ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ആദ്യം എന്ത് ചിന്തിക്കുക, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഗോളിലേക്ക് എത്ര ശതമാനമാണ് നമ്മളൊരു സമയത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട സമയം എത്രയാണ് നമ്മൾ മാറ്റി വെച്ചത്. സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. അപ്പം ഡുവേഴ്സ് ആയില്ലെങ്കിൽ ഒരിക്കലും സക്സസിലേക്ക് എത്താൻ കഴിയില്ല. ആക്ഷൻ എടുക്കാൻ തയ്യാറായാലും ഒരിക്കലും നമ്മെ തന്നെ നാം വഞ്ചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും വരരുത്. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സക്സസിൽ. ഇവിടെ സംഭവിക്കുക എന്താണെന്ന് അറിയോ, നമ്മൾ വലിയ ഗോൾസ് ഒക്കെ എഴുതി വെക്കും. ആർക്ക് വേണ്ടിയാണ്? സെൽഫിന് വേണ്ടിയാണ്. നാം നമ്മോട് തന്നെ ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്, ഞാൻ 2026 ഇന്നതുപോലെ ഓരോ ദിവസവും പ്രവർത്തിക്കാൻ പോവാ, ഞാൻ എൻ്റെ ബിസിനസ് സക്സസ് ആക്കാൻ, എൻ്റെ ജോലി സക്സസ് ആക്കാൻ, എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ഇന്നത് പഠിക്കും, ഞാൻ ഇന്നത് ചെയ്യും, ഇത്ര ഏൺ ചെയ്യും ഒക്കെ വലിയ സംഭവം ആക്കിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. എഴുതാത്തവർ എഴുതാൻ പോകുന്നുണ്ടാവാം. പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ എന്താ അർത്ഥം? നാം നമ്മോട് തന്നെ എന്താണ്, സെൽഫിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രോഡ് ചെയ്യാണ്. സെൽഫ് ലവ് ഒരാളുടെ സക്സസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തത്തെ സ്നേഹിക്കുക എന്നുള്ളതും സ്വന്തത്തോട് പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ അതിനോട് ട്രസ്റ്റ് കാണിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നടക്കുന്നതിനർത്ഥം നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, സ്വന്തത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു, വഞ്ചന ചെയ്യുന്നു. അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. അപ്പം ഗോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡുവേഴ്സ് ആവണം. ഡ്രീമേഴ്സോ ടോക്കേഴ്സോ ആയിട്ട് കാര്യമില്ല. എഴുതി വെച്ച കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെക്കണ്ട. 6 മണിക്ക് എഴുന്നേക്കുന്ന ആൾ 5:45 ആക്കിയാൽ മതി. അത് 4 മണി കൊണ്ടായിട്ട് എഴുതി വെച്ചാൽ നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ഒരു ശതമാനം, ഒരു 1% മാറ്റം ഒരു ദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 2026 കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ 365% മാറ്റം വരും. വലിയ മാറ്റമാണ്. നമ്മൾ 100% എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണോ അതിന്റെ ഡബിൾ ആവും. അതേസമയത്ത് ഒരു ദിവസം 1% ഇമ്പ്രൂവ്മെന്റ് കൊടുത്താൽ 365% ഓഫ് ഇമ്പ്രൂവ്മെന്റ് വിൽ ഗെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2026. ആ ഒരു മാറ്റം മാത്രം ആലോചിച്ചു. 2026 കഴിയുമ്പോൾ ഞാൻ എന്താവണം, ഞാൻ എവിടെ എത്തണം, എൻ്റെ ഇൻകം എത്ര, എൻ്റെ ബാങ്ക് ബാലൻസ് എത്ര, ഇത് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിർവചിക്കാൻ കഴിയണമെങ്കിൽ ഡുവേഴ്സ് ആവണം. ഒരിക്കലും ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഈ എഴുതി വെച്ചതൊക്കെ വേസ്റ്റ് ആയിരിക്കും. നമ്മൾ വെറും ഡ്രീമേഴ്സ് മാത്രമായിട്ട് മാറും. ഓരോരുത്തരും സെൽഫായിട്ടൊന്ന് ചിന്തിക്കുക, എവിടെയാണ് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കൂ. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാം അല്ലെ, നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗൂഗിൾ മാപ്പ് ഇടും അല്ലെ. ഒരു ഡെസ്റ്റിനേഷൻ, നമുക്ക് ഇവിടുന്ന് ഗോവയിൽ പോകണം അല്ലെങ്കിൽ കാശ്മീർ പോകണം, നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കത് സൂം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലേ. എന്തിനാ സൂം ചെയ്ത് നോക്കുന്നേ? പോകുന്ന വഴിയിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, ഏത് വഴിയാണ് ഗട്ടറുള്ള വഴി, ഏതാണ് നല്ല വഴി, വ്യത്യസ്തമായ വഴികൾ ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാൻ വേണ്ടി കഴിയും. ഇതിൽ പ്രോപ്പർ വഴി ഏതാണ്, ഏറ്റവും ഈസി ആയിട്ട്, അത്ര എക്സ്പെൻസീവ് അല്ലാതെ, അത്ര പ്രയാസപ്പെടാതെ നമ്മെ എത്തിച്ചു തരുന്ന വഴി ഏതാണ്, പോകുന്ന വഴിയിൽ ബ്ലോക്കുകൾ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആവാൻ പറ്റുന്ന വഴി ഏതാണ്, യാത്ര സുഗമമായിട്ട് പോകാം. ഇങ്ങനെ 3-4 വഴികൾ കാണിച്ചെന്നാൽ നമ്മൾ അതിലേതിലും ഒന്ന് സൂം ചെയ്തിട്ട് അതിനെ ഫൈനലാക്കി അതിലൂടെയാണ് പോവുക. ജസ്റ്റ് ചിന്തിക്കാം, എവിടെയാണ് നമ്മുടെ ഗോളിൽ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗോളിലേക്ക് പോകേണ്ട മാർഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സൂം ചെയ്യാം. ഒന്ന് സൂം ചെയ്ത് നോക്കാം, എവിടെയൊക്കെ ബ്ലോക്ക് വരാനുണ്ട്. എന്തുകൊണ്ട് ഞാൻ 10%, എന്തുകൊണ്ട് ഞാൻ 15 എന്തുകൊണ്ട് ഞാൻ 25 എന്തുകൊണ്ട് ഞാൻ 100 ആയില്ല, എന്തുകൊണ്ട് ഞാൻ 99 ആ എവിടെ പോയി? സൂം ചെയ്ത് നോക്കുക, എവിടെയാണ്. 2026 സെറ്റ് ചെയ്ത് വെച്ചിടത്തും സൂം ചെയ്യുക, എവിടെയൊക്കെ ബ്ലോക്ക് വരാനുണ്ട്. ഒന്ന് സെൽഫായിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ വരാമോ, എവിടെയൊക്കെ ബ്ലോക്ക് വരാൻ സാധ്യതകളുണ്ട്. 2026 ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു, എനിക്ക് ഇത്ര ഇൻകം വേണം, എനിക്ക് ഹെൽത്ത് ഇന്ന പോലെ വേണം, എനിക്ക് വെൽത്ത് ഇന്ന പോലെ വേണം, ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടെയൊക്കെ ബ്ലോക്ക് വരാൻ ഓരോരുത്തരും പേഴ്സണൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ള ഏരിയകൾ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആവും കൂടി വേണം, അതിന് വേണ്ടിയാണ് ചാറ്റ് ബോക്സിൽ. എവിടെയൊക്കെ ബ്ലോക്ക് വരാം? നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങളുടെ ഗോൾ സെറ്റിംഗ്സിൽ ബ്ലോക്ക് വരാൻ സാധ്യതകൾ എന്തൊക്കെയാണ്? പല സാധ്യതകളും, ഫിനാൻഷ്യൽ ബ്ലോക്ക് ആയിരിക്കും, പല രീതിയിൽ. നിങ്ങൾ ചിന്തിച്ചോളൂ. അതിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ, അറിയാവുന്ന ഭാഷയിൽ. യെസ്, ബിസിനസ്സിൽ എവിടെ എന്നുള്ളതാണ് ഹാരിസ്. ഏത് സൈഡിലാണ് ബ്ലോക്ക് വരാൻ സാധ്യത? ബിസിനസ് ഐഡിയ ആണോ, ബിസിനസ്സിലെ ക്ലാരിറ്റി കുറവാണോ, അങ്ങനെ അതിനെ ഒരു മൈക്രോ ആയിട്ട് പറയണം. ലേസിനെസ്. ഓക്കെ, മൈക്ക് അംജിത് പറയാണോ? മൈക്ക് ഓൺ ചെയ്ത് പറയാണോ? ഓക്കെ, താങ്ക് യു.
സെയിലില്, ലേസിനെസ്സിൽ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ഗുഡ്, ഓക്കെ. ഫണ്ടിങ്, യെസ്. ഫിയർ, യെസ്, ഓക്കെ, യെസ്. ബ്ലോക്ക് വരാൻ പലർക്കും പല പല കാരണങ്ങളാണ്. കുറെ ആളുകൾ ചെയ്തിട്ടില്ല, കുറച്ച് ആളുകൾ മാത്രമാണ് ചാറ്റ് ബോക്സിൽ ഇട്ടത്. ഒന്നിൽ കൂടുതൽ മാർക്കറ്റിംഗ്, ഓക്കെ. പലർക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഒന്ന് മാത്രം ആയിക്കോളന്നില്ല. ബിസിനസ് മാർക്കറ്റിംഗ്, ഓക്കെ. മാർക്കറ്റിംഗിൽ കൂടുതൽ ആളുകളുണ്ട്. ഫിയർ ഓഫ് ഫെയിലർ, പരാജയപ്പെടുമെന്നുള്ള പേടിയുണ്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്, താങ്ക് യു. അപ്പം ബിസിനസ് ഗ്രോത്ത്, എങ്ങനെയാണ് ഗ്രോത്ത് വരിക എന്നുള്ളത്, അതായത് ഇപ്പം തുടങ്ങിയവിടെ തന്നെ നിൽക്കോ എന്നുള്ള പേടിയുണ്ട്. പല രീതിയിലുള്ള ബ്ലോക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലേ? നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ വലിയ ഒരു പ്ലാൻ ഒക്കെ വെച്ചിട്ടുണ്ട്, ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പോകേണ്ട വഴികളൊക്കെ റെഡിയാണ്. ടെക്നോളജിയുടെ നോളജ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും, അതായത് നോളജ് ഇല്ല, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നോളജ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഓരോരുത്തർക്കും പല പല റീസൺ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രശ്നമുണ്ട്. നമ്മൾ സൂം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞ ബ്ലോക്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. എനിക്കങ്ങനെ ചിന്തയില്ല, പക്ഷെ ഞാൻ ഇത് ഷെയർ ചെയ്ത് എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ എൻ്റെ കുറച്ച് തീരുമാനം ഇതുവരെ മാറ്റിയിട്ടില്ല. ഓക്കെ, യെസ്. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ഗൂഗിൾ മാപ്പ് സൂം ചെയ്യുമ്പോൾ ലാക്ക് ഓഫ് നോളജ്, വെരി ഗുഡ്. ഇങ്ങനെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ബ്ലോക്കുകളാണ് ഇതൊക്കെ, അല്ലേ? ഒരു കറുത്ത നിറത്തിൽ ഇങ്ങനെ ബ്ലോക്കുകൾ കാണുന്നുണ്ട് പോകുന്ന വഴിക്ക്. ശരിക്കും ഒരു ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ രക്തക്കോലിന് ബ്ലോക്ക് കാണിക്കുന്ന പോലെ നമ്മൾ പോകേണ്ട വഴിയിൽ ബ്ലോക്ക് കാണിക്കുകയാണ്. അത് മാർക്കറ്റിങ്ങിന്റെ നോളജ് ഇല്ലാത്തതാണ്, IT-യുടെ നോളജ് അല്ലെങ്കിൽ ടെക്നോളജി നോളജ് ഇല്ലാത്തതാണ്, ഫെയിലർ ആവുന്നുള്ള പേടിയാണ്. അതേപോലെ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ ഇപ്പോഴേ സൂം ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞു, അല്ലെ? അതായത് ഓരോരുത്തരും അവരുടെ ബിസിനസ് ഡള്ള്, ആ ബിസിനസ് ഡൾ എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഡൾ ആവുന്നു, അതിന്റെ റീസൺ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ 2026 പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി സൂം ചെയ്തപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ട ഇഷ്യൂസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇത് നമ്മൾ കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര പേര് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗോൾ സെറ്റിങ്സിൽ സമയം മാറ്റി വെച്ചിട്ടുണ്ട്? അതിലേക്കൊന്ന് പറയാൻ വേണ്ടി കഴിയും? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോളജ്, IT നോളജ് ഇല്ല, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അറിയില്ല. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, അത് സമ്മതിക്കാം. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ല, എനിക്ക് നോളജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആ നോളജ് ഉണ്ടാക്കലാണല്ലോ. അതിന് നമ്മുടെ ഗോൾ സെറ്റിങ്സിൽ സമയം മാറ്റി വെച്ച എത്ര ആളുകളുണ്ട്? കറക്റ്റ് ആയിട്ട് ഞാൻ അതിന് വേണ്ടി ഒരു ദിവസം ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഞാൻ അത് പഠിക്കാൻ വേണ്ടി, യെസ്, ഐ ഇൻവെസ്റ്റ് ടൈം, വെരി ഗുഡ് വിജയ് സാർ, യെസ്. വേറെ ആരെങ്കിലും? യെസ്, ഹാരിസ്, ഓൾറെഡി, ഓക്കെ, യെസ്. സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ബോധറായിട്ട് അതിനു വേണ്ടി സമയം, നമ്മുടെ ഗോളിൽ ഒരു ദിവസത്തെ എൻ്റെ സമയത്തിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഞാൻ അതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ബിസിനസ്സിന് എനിക്ക് എന്താ ചെയ്യണം, എനിക്ക് ക്ലാരിറ്റി ഇല്ല, ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യും. എവിടുന്നാണെങ്കിൽ ഞാനത് പഠിച്ചെടുക്കും. മാർക്കറ്റിംഗ്, എൻ്റെ പ്രൊഡക്റ്റ് എന്താണോ അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണോ അത് ഞാൻ പഠിച്ചെടുക്കും. ഓക്കെ, അങ്ങനെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് ഓൾറെഡി ഗോൾ സെറ്റ് ചെയ്തവർ, അല്ലാത്തവരും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഗൂഗിൾ മാപ്പ് പോലെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ഓൺ ആക്കുക, 1 hour. ഓക്കെ, വെരി ഗുഡ് ജമീല മാഡം. ഗൂഗിൾ മാപ്പ് പോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൺ ആക്കുക, നമ്മൾ അതിനൊന്നിങ്ങനെ സൂം ചെയ്ത് നോക്കുക. എനിക്ക് എത്തേണ്ടത് ഇവിടെ നിന്നും ഇന്ന സ്ഥലത്താണ്, പോകുന്ന വഴിയിൽ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന തടസ്സങ്ങൾ ഇന്നതാണ്. ഞാൻ ഡ്രസ്സിന്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്, എനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ചെയ്യണം എൻ്റെ ആഗ്രഹം മാത്രമാണ്, അതിൽ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ പഠിക്കാൻ തയ്യാറാവണം. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാം, പക്ഷെ എനിക്ക് അതിനെങ്ങനെ ബിസിനസ് മോഡാക്കിയിട്ട് ഇൻകം ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ല, തയ്യാറാവണം. എനിക്ക് നന്നായിട്ട് ഡ്രോയിങ് അറിയാം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എങ്ങനെ ഒരു പ്രൈസിംഗ് ഒക്കെ വെച്ചുകൊണ്ട് 500 രൂപ വിൽക്കണോ 1000-ന് വിൽക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിൽക്കേണ്ടത്, എങ്ങനെ അതിനെ കോഴ്സ് ആക്കണം, അതിനെ പറ്റി എനിക്ക് അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. അതിന് പഠിക്കാൻ എന്ത് കൊടുക്കണം? സമയം മാത്രം പോരാ, ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി തയ്യാറാവണം. പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടി തയ്യാറാവണം. സമയം കൊടുക്കണം. അതോടൊപ്പം നമുക്ക് എത്രത്തോളം അപ്ഡേഷൻ കിട്ടണോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിൽ പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. രണ്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പൈസയും സമയവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഘടകമാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഓരോരുത്തരും ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ മുന്നിൽ പെന്നോ പെൻസിലോ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു ബ്ലോക്കിനെ സൂം ചെയ്ത് കണ്ടെത്തണം. അതിനെ സൂം ചെയ്ത് കണ്ടെത്തുകയും അതിന് എവിടെയാണോ അത് ക്ലിയർ ചെയ്യേണ്ടത് മൊത്തം കാര്യങ്ങൾ എഴുതുക. ഞാൻ ഇന്ന ബിസിനസ്സിലൂടെയാണ് ഇൻകം ഉണ്ടാക്കാൻ പോകുന്നത്, ആ പോകുന്ന വഴിയിൽ എനിക്ക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം 1 ടെക്നോളജി അറിയാത്തതാണ്, 2 മാർക്കറ്റിംഗ് അറിയാത്തതാണ്, 3 എനിക്ക് വീഡിയോ കോൺഫിഡൻസ് ഇല്ലാത്തതാണ്,
4 എനിക്ക് ഫിനാൻസ് മാനേജ്മെന്റ് അറിയാത്തതാണ്. 5 എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ്. 6 എനിക്ക് എന്റെ ടാർഗറ്റ് ഓഡിയൻസിനെ അറിയാത്തതാണ്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും ഇത് മുഴുവൻ അറിയാത്തതുണ്ടാവാം. ഇതിൽ ഏതെങ്കിലും വ്യക്തമായ ആളുകൾ ഉണ്ടാവാം, പക്ഷെ പല കാര്യങ്ങളും അറിയാത്തതുണ്ടാവാം. എനിവേ, സെൽഫായിട്ട് ഇരുന്നിട്ട് നോട്ട്ബുക്കും പെന്നും എടുത്ത് എഴുതുക. നിങ്ങൾ എന്റെ വഴി ഇതാണ്, ഞാൻ എത്തേണ്ടത് ഇന്നതാണ്, എനിക്ക് ഓരോ മാസവും ഇത്രയാണ്, 1 ലക്ഷമാണ് ഏൺ ചെയ്യേണ്ടത്. ആ 1 ലക്ഷം ഏൺ ചെയ്യാൻ ഇത്ര കസ്റ്റമർ എനിക്ക് വേണം. ആ കസ്റ്റമറെ എൻ്റെ അടുത്ത് എത്തിപ്പെടാൻ എനിക്ക് ഇന്ന ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ആവണമെങ്കിൽ ഞാൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. ഞാൻ മാർക്കറ്റ് ചെയ്യേണ്ടത് ഇന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ്. അവരുടെ പെയിൻ പോയിന്റ് കണ്ടെത്തിയിട്ട് ഞാൻ അതിലേക്ക് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഡയറി എടുത്ത് എഴുതി വെച്ചാൽ കറക്റ്റ് പോയിന്റ് ആയിട്ട് കിട്ടും. എന്റെ ബ്ലോക്ക് എവിടെയാണ്, ആ ബ്ലോക്കിന് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ടൈം ഷെഡ്യൂൾ ആക്കി പ്രയോറിറ്റി ലിസ്റ്റിൽ ആ ബ്ലോക്കിനെ മേലെ കൊടുന്നാൽ, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതോ മറ്റോ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് ഇടുമ്പോൾ ആദ്യം ഈ പഠിക്കാനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ആ ബ്ലോക്ക് പതുക്കെ പതുക്കെ ഒഴിവാകുകയും 100% നമ്മുടെ ഗോളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. ആദ്യം അതിലേക്ക് തയ്യാറാവും എല്ലാവരും. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്ന് നിട്ടാൽ മതി. ഒന്ന് ചാറ്റ് ബോക്സിൽ റെഡി എന്നുള്ളതിന്റെ ഒന്ന് കാണിക്കൂ, നോക്കട്ടെ എത്ര പേര് റെഡിയാണ്. യെസ് യെസ്, ഓക്കെ, താങ്ക് യു. ഞാൻ ഡ്രൈവിംഗിലാണ്, അതുകൊണ്ടാണ്. ഡോണ്ട് വറി, ഓക്കെ, കേൾട്ടാ മതി. ടേക്ക് കെയർ. ഓക്കെ, യെസ് യെസ് യെസ്, ഓക്കെ, എല്ലാവരും റെഡിയാണ്. വളരെ സന്തോഷം. 2026 നമ്മുടേതായി മാറും. നിങ്ങൾ ഈ ഒരു ആവേശവും ഈ എനർജിയും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ വേൾഡിലെ ചേഞ്ചസ്, വേൾഡ് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ അല്ലെ, AI ഒരു വരവുണ്ടല്ലോ, അത് വേൾഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ചെറുതല്ല. അതിന്റെ മുഖത്തേക്ക് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ, പുറംതിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും, ഒരു സംശയമില്ല. നമ്മൾ 90 കിഡ്സ് 80 കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കളിയാക്കും. പക്ഷെ AI ഉണ്ടാക്കുന്ന ചേഞ്ചസ് ചെറുതല്ല. നമ്മൾ IT ഒക്കെ ഇങ്ങനെ പതുക്കെ വന്നത്. AI അങ്ങനെയല്ല. AI ഓരോ ദിവസവും ഫാസ്റ്റ് ചേഞ്ചസ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഔട്ടായി പോകും നമ്മൾ, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് AI ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസിനെ പറ്റി പറയുകയാണ്. ഒന്ന്, ഹെൽത്തിൽ ഉണ്ടാക്കുന്ന വലിയ റെവല്യൂഷനാണ്. ഹെൽത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ AI റിലേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ മാറ്റങ്ങൾ ഹെൽത്തിൽ വരികയാണ്, ഒന്നാമത്തെ കാര്യം. അതേപോലെ ബിസിനസ്സിലാണെങ്കിൽ ഹെൽത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള മാറ്റങ്ങളുണ്ട്. അതേപോലെ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് വലിയൊരു മേഖലയായി മാറാം. എല്ലാവരും ടെക്നോളജി, ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഇങ്ങോട്ട് ഒരു വലുതായി വരുമ്പോഴേക്കും അവർക്ക് മൈൻഡിനെ മാനേജ് ചെയ്യാൻ അറിയില്ല. കാരണം പരസ്പരം ബന്ധങ്ങളില്ല. ഇപ്പൊ തന്നെ നോക്കൂ, 10 ദിവസം ലീവ് കിട്ടിയില്ലേ, വീട്ടിലെ മക്കളെ എങ്ങനെയാ സ്പെൻഡ് ചെയ്തേ? ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാവോ? ഒരു വീട്ടിലേക്ക് വിരുന്ന് പോയാല്, അല്ലെങ്കിൽ അവർ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയാല് എന്തിലാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? പരസ്പരം സംസാരിച്ചിട്ടാണോ? ടൂർ പോകുന്ന ആളുകളുണ്ട്, അത് 1-2 ദിവസം. ബാക്കി സമയം എന്താ ചെയ്യുന്നത്? കുട്ടികൾ കംപ്ലീറ്റ് എന്തിലാണ്? ഇലക്ട്രോണിക് ഡിവൈസിലാണ്, ഗെയിം കളിച്ചുകൊണ്ടും റീൽസ് കണ്ടുകൊണ്ടും. ഇത് വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് മൈൻഡ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു AI വരവോട് കൂടിയിട്ട് പറയും വേണ്ട, നമ്മളൊരു സാധനം യൂസ് ചെയ്യില്ല. ചാറ്റ് GPTയും ജെമിനിക്കൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നേയില്ല നമ്മുടെ ബ്രെയിനെ ഒന്നും. അതുകൊണ്ട് തന്നെ മൈൻഡിനെ ശരിക്കും പണിയെടുത്തുകൊണ്ട്, ഇന്നലെ ഒരു തമാശയിൽ ഒരു റീലാരോ ക്രിയേറ്റ് ചെയ്താണ്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു എന്താ പറയാ, ഒരു ആണും പെണ്ണും ഒരു ടീനേജ് കണ്ടുമുട്ടിയപ്പോ ഒരു ആൺകുട്ടി ആ പെൺകുട്ടിയോട് എന്തോ പറയുമ്പോൾ പെൺകുട്ടി പോയിട്ട് ചാറ്റ് GPT ചോദിക്കുകയാണ്, അവൻ എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ എന്ത് റീപ്ലൈ പറയണം? ഒരു രസം ആലോചിച്ച് നോക്കൂ. അതന്നല്ലേ വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത്. ഇപ്പൊ സംഭവിക്കുന്നതല്ലേ? അവൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചാറ്റ് GPT, ഞാൻ എന്താണ് റീപ്ലൈ പറയേണ്ടത്? അപ്പൊ ചാറ്റ് GPT പറയാണ്, നീ ഇങ്ങനെ റീപ്ലൈ പറഞ്ഞു. അത് കേട്ടിട്ടാണ് അവൾ പോയിട്ട് അവനോട് റീപ്ലൈ പറയുന്നത്. ഈ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അത്രത്തോളം നമ്മുടെ മൈൻഡിനെയോ ബ്രെയിനെയോ യൂസ് ചെയ്യാത്ത കാലമാണ്. അപ്പം ഹെൽത്തിനകത്ത് ഭയങ്കരമായിട്ട് മാറ്റം വരുന്നത് അത് മൈൻഡിന്റെ ഒരു സെക്ഷൻ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോഡിയുടെ സെക്ഷനും ഓരോരുത്തരും മാക്സിമം വയസ്സ് കുറക്കാൻ വേണ്ടിയുള്ള ടെക്നോളജികൾ വരുന്നു. ഹെൽത്തിന് എന്താ, വയസ്സ് കുറക്കുക മീൻസ് ഏജ് കുറക്കുക. അതായത് നമ്മൾ ചെറുപ്പം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജികൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ മാക്സിമം പൈസ അതിലാലും ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ പുതിയ വെർഷൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ഇഷ്യൂസ് ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്ന പല കേസുകൾ ഉണ്ടാവും. അതിന്റെ എക്സ്ട്രീം ലെവലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയമുള്ള മൈൻഡ് തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ഓരോ ഇഷ്യൂസും ഭയങ്കര വലുതാണ്. അത് ഫാമിലി ഇഷ്യൂസ്, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പല വിഷയങ്ങളാണ്. അത്രയും സാധ്യത അതിനകത്തുണ്ട്.
അതേപോലെ ബിസിനസ്സിൽ AI ഉണ്ടാക്കാൻ പോകുന്ന തരംഗം നമുക്കൊന്നും പറഞ്ഞാൽ കഴിയുന്ന അതിനപ്പുറത്തേക്കാണ്. അത്രത്തോളം ഇനി വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് മൈക്രോ ബിസിനസ്സുകളാണ്, വലിയ ബിസിനസ്സുകൾ. അതായത് ഒരു ഒറ്റ സ്റ്റാഫ് മാത്രം ഉണ്ടാവും, പക്ഷെ കോടികളായിക്കാരം ടേൺ ഓവർ. ആ ലെവലിൽ ചിന്തിച്ചു നോക്കൂ. ഇപ്പം ഇതുവരെയൊക്കെ നമ്മൾ കേട്ടിരുന്നത് എന്താണ്? 1000 ആളുകൾക്ക് പണിയെടുക്കുന്ന കമ്പനി, 10,000 ആളുകൾക്ക് പണിയെടുക്കുന്ന കമ്പനി, അതൊക്കെ അല്ലേ? ആ ഒരു കൺസെപ്റ്റേ പോവുകയാണ്. ഒരു വലിയ കമ്പനിയൊക്കെ ആയിരിക്കാം, ആപ്പിൾ പോലെ ഗൂഗിൾ പോലെ കമ്പനിയൊക്കെ, പക്ഷെ പണിക്കാർ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ടേൺ ഓവർ വേൾഡ് വൈഡ് ടേൺ ഓവർ ആയിരിക്കും, ബാക്കിയെല്ലാം റോബോട്ടായിരിക്കും. ആ ഒരു സ്റ്റൈലിലേക്ക് ബിസിനസ് മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു മൈക്രോ നിഷിലേക്ക് മാറാനുള്ള സാധ്യത. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തിലാണോ ആയി നിൽക്കുന്നത് അതിൽ നമ്മൾ ഇപ്പോഴേ നന്നായിട്ട് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സാധ്യത വളരെ വലുതാണ്. ഇത്രയും സാധ്യതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ നമ്മുടെ സമയത്തിനോ എന്തോ ഒരു സാധാരണ സൊസൈറ്റിയിൽ ആളുകൾ ഇങ്ങനെ പോകുന്നു, അതിന്റെ പുറകെ നമ്മളും ഇങ്ങനെ പോവാ. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മളിങ്ങനെ പോകുന്നു. നമ്മുടെ സമയം എവിടെ? നമ്മൾ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്തു? നമ്മുടെ നോളജ് കൂട്ടാൻ എന്ത് ചെയ്തു? അതൊന്നും ആരും ബോധറല്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ സാധനം കുറെ കഴിയുമ്പോൾ ചിന്തിക്കും എന്താ ഞാൻ ചെയ്തു എന്നുള്ളത്. 2025 ഒന്ന് കറക്റ്റായിട്ട് വിലയിരുത്തിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സെൽഫായിട്ട് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്തു, എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് എൻ്റെ ലൈഫിൽ 25 എനിക്ക് ഉണ്ടായത്. 26 അങ്ങനെ ആവരുതെന്ന് തീരുമാനിക്കുക. ഇപ്പൊ ശപഥം പ്രതിജ്ഞ ചെയ്യുക, 2026 ഞാൻ ഒരാൾക്കും കൊടുക്കില്ല. എൻ്റെ സമയം, എൻ്റെ വാല്യബിൾ ആയ സമയം ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. ഞാൻ എന്നെ വഞ്ചിക്കില്ല. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി പണിയെടുക്കും. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കാണുന്ന, ഞാൻ എഴുതി വെച്ച ഗോൾ അച്ചീവ് ചെയ്യുമെന്ന് ഉറച്ച തീരുമാനം എടുത്ത് മുൻപോട്ട് പോവാം. ഒരു നിലക്കും 2025 നമുക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2026 സംഭവിക്കരുത്. കാരണം നമ്മുടെ മുന്നിൽ വലിയ സാധ്യതകളുണ്ട്. നമ്മൾ ഒന്നിൽ എക്സ്പേർട്ട് ആയാൽ, മാസ്റ്ററി ആയി മാറിക്കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു കാര്യം ചെയ്താൽ മതി, ബാക്കി 99 കാര്യം സീറോ നോളജ് ആയിക്കോട്ടെ. ആ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന വർഷം നമുക്കുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് തീരുമാനം എടുക്കുക, ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കുക. അതല്ലാതെ വെറുതെ ഒരു ആവേശത്തിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ചായ അടുപ്പത്ത് ഇറക്കി വെച്ച പോലെ ആവരുത്. ഞാൻ പറയാറുണ്ടല്ലോ, ചായ അടുപ്പത്തിരിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, അടുപ്പത്ത് ഇറക്കി വെച്ചാൽ കുറച്ച് ചായ തണുക്കും. അതിനെന്താ റീസൺ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? പുറത്തിരിക്കുന്നവരൊക്കെ തണുപ്പന്മാരാണ്, അടുപ്പത്ത് ഇറങ്ങിയപ്പോൾ ചായ ആരുടെ കൂടെ കൂടി? പുറത്തുള്ള ആളുകളുടെ കമ്പനിയിൽ വിട്ടു. അപ്പൊ ആ തണുപ്പില് ആരും പോയി? ചായയും പോയി. അതുവരെ നല്ല ചൂടുള്ള ആൾ കൂടെ ആയിരുന്നു, അപ്പൊ അയാൾക്കൊരു ചൂടുണ്ടാവും. എന്ന പോലെ നമ്മൾ ഇരുന്ന് കണ്ട് ഇറങ്ങിപ്പോയാൽ നമ്മുടെ ഈ ചിന്ത കണ്ട് മാറി സാധാരണ പോകുന്ന രീതിയിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും ബാക്കിലും പോകുന്ന പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 26 അങ്ങനെ കഴിയും. ഒരിക്കലും അതിലേക്ക് പോരുത്. AI ബിസിനസിന്റെ സാധ്യതകൾ വളരെ പഠിക്കുക. എന്താണ് എൻ്റെ ബിസിനസ്, എന്താണ് എൻ്റെ വരുമാന മാർഗം, അതിൽ AI റോൾ എന്താണ് പഠിക്കുക, പഠിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണിത്, ബിസിനസ് സാധ്യതകൾ എന്ന് പറയുന്നത് ബൗണ്ടറിലെസ് ആവാൻ പോവുക. ബിസിനസ്സിന് ബൗണ്ടറിലെസ്. ഇപ്പൊ നമുക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇങ്ങനെ കുറെ ബൗണ്ടറി, അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. AI വരവോട് കൂടിയിട്ട് എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെ മൊത്തം ഇപ്പൊ തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ അതിനെ വാസ്റ്റ് ആയിട്ട് അതിന്റെ ഇപ്പോഴത്തെ എല്ലാ നൂലമാലകളും പോയിക്കൊണ്ട് തന്നെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിലേക്ക് മാറാൻ പോവുകയാണ്. ആർക്കും ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലേക്ക് മാറാൻ പോകുക, ബൗണ്ടറിലെസ് ആയി മാറുകയാണ്. അപ്പം അതിനകത്തൊക്കെ സാധ്യതകൾ അത്രയും വലുതാവും. പക്ഷെ നമ്മൾ തയ്യാറാവണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രം അതിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയും. അപ്പം ഫാസ്റ്റായിട്ട് ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അതിനനുസരിച്ച് നാം നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനോട് കണക്ട് ചെയ്യുക, ഇതിലേക്ക് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക, കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കണക്ട് ആണെന്നുള്ള ഓരോരുത്തരും ഗോളുമായിട്ട് നോക്കുക. നമ്മളിപ്പം ട്രഡീഷണൽ ആയിട്ട് മാത്രം എഴുതി വെച്ചാൽ പോരാ, വരാൻ പോകുന്ന മാറ്റങ്ങളിൽ ഞാൻ എന്ത് കണക്റ്റഡ് ആണ്, എൻ്റെ നോളജ് ഞാൻ എത്രയാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്, AI എൻ്റെ നോളജ് എന്താണ്, അതെൻ്റെ നിഷ്യുമായി, എൻ്റെ ബിസിനസ്സുമായി, ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ വരുമാന മാർഗവുമായിട്ട് അതിനെ എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ജെമിനി എങ്ങനെ എനിക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി ആളുകൾ ജെമിനി ഉപയോഗിക്കുന്നുണ്ട്. കുറെ ആളുകൾക്ക് ന്യൂ ഇയറിന്റെ പോസ്റ്ററൊക്കെ എടുത്തിട്ട് ജെമിനിയിൽ വെച്ച് ചെയ്ത് അയച്ചിരുന്നു, ക്രിസ്മസിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആൾ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ നന്നായിട്ട് ജെമിനി ഡിസൈൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ സന്തോഷം കാണുമ്പോൾ, എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവർ ഫോട്ടോ എടുക്കൽ മാത്രമല്ല ജെമിനിയുടെ, പക്ഷെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെമിനിയും അതുപോലെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന മനോഹരമായ പ്രസന്റേഷൻ, ഞാൻ അതിനാകെ എടുത്ത സമയം 2 മിനിറ്റാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ സ്ലൈഡ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി സ്ലൈഡ് കാണിക്കാം. ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് മനസ്സിൽ തോന്നിയ എൻ്റെ കണ്ടന്റുകൾ ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്ത സാധനം ഞാൻ ഈ കണ്ടോ, ഈ മേലെ കാണുന്ന ഹെഡിങ്ങുകൾ അത് അങ്ങനെയല്ലായിരുന്നു, എൻ്റെതായ ഭാഷയിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനുള്ളത്, ഞാനത് പ്രീ പ്ലാൻ ചെയ്തു സംസാരിക്കേണ്ട കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ഇത് AI ഇട്ട് കൊടുത്തു. കണ്ടോ, ഓരോ സ്ലൈഡും കണ്ടോ. അപ്പം ഞാൻ
നോക്കി നോക്കൂ, ഇതിന്റെ ഡിസൈൻ നോക്കൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഡിസൈൻ നോക്കൂ, ഓരോ പേജിനും സ്യൂട്ടായ ഡിസൈനുകൾ നോക്കൂ. ഇവിടെ ദെൻ ഗൂഗിൾ മാപ്പ്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് മാത്രമാണ് ചെയ്തത്? ഞാൻ ഇന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ റഫായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അന്ന് കോപ്പി എടുത്തിട്ട് ഞാൻ AI പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന ഗാമ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, GAMMA, gama.ai എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തു, ഇതാ എനിക്ക് ഇത്ര കാര്യങ്ങൾ ഇന്നത്തെ എൻ്റെ 1 hour പ്രസന്റേഷൻ സംസാരിക്കണം, എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, എനിക്കൊരു പ്രസന്റേഷൻ വേണം. വിത്തിൻ 2 seconds പ്രസന്റേഷന്റെ മുന്നിൽ വന്നു. ഞാൻ അത് വെച്ച് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതേ സാധനം ഞാൻ ആ ഗാമ ഉപയോഗിക്കാതെ ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇരുന്ന് ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിലോ ഏറ്റവും മിനിമം 1 മണിക്കൂർ കൊണ്ട് ആവില്ല. ഇത്ര മനോഹരം. അതും എനിക്ക് ഗൂഗിൾ മാപ്പിന്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്യണം, അതിനെവിടേക്ക് അപ്ലോഡ് ചെയ്യണം, എത്ര പണിയെടുക്കണം. ഒരിക്കലും ഇത്ര മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെ ഞാൻ എനിക്ക് ഡിസൈൻ പോരാ, ഒന്നുകൂടി നന്നാക്കണം, ഒരു പ്രോംപ്റ്റ് കൂടി കൊടുത്താൽ ഇതിനേക്കാൾ മനോഹരമായ അടുത്ത ഡിസൈൻ എനിക്ക് തരും. gama.ai എത്ര സിമ്പിളാ, ഫ്രീ ആയ ടൂളാണ്. ഓക്കെ, സ്ലൈഡ് എണ്ണം കൂടുമ്പോൾ പർച്ചേസ് ചെയ്യണം. ഇതിൽ മിനിമം 10 സ്ലൈഡ് എങ്ങാനോ തരുള്ളൂ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെ എത്ര ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ മുന്നിൽ, എന്തെല്ലാം പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ പഠിക്കാതെ, ഇതൊന്നും യൂസ് ചെയ്യാതെ ഇനിയും പഴയ പോലെ ട്രഡീഷണൽ ആയിട്ട് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്തു പോവാന്നുള്ളത് വളരെ പ്രയാസമല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന ആളുകൾ നന്നായിട്ട് ചെയ്തു തുടങ്ങി. ഇപ്പം ഇവിടെ റീനുമേഡ് ഒന്നുണ്ടോന്ന് അറിയില്ല. റീനുമേഡൊക്കെ നന്നായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും പല രീതിയിൽ, ഷമീർ നന്നായിട്ട് ചെയ്യുന്നു, ഷമീർ ഇതിനകത്തുണ്ടോന്ന് അറിയില്ല. പലരും നന്നായിട്ട് ചെയ്തു തുടങ്ങി, പലരും കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്, പലരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിവേ, വളരെ സന്തോഷം. ചെയ്ത ആളുകൾ, സക്സസ് ആയ ആളുകൾക്ക് വളരെ സന്തോഷമാണ് നമുക്ക് ഓരോരുത്തരും കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ ഞാൻ വേൾഡിലെ ചേഞ്ചസിനെ പറ്റി പറഞ്ഞു, ഫാസ്റ്റ് ചേഞ്ചസ് വരുന്ന മേഖലകൾ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എസ്പെഷ്യലി ബിസിനസ് കണക്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ നിശ്ചയമായിട്ട് അതിനെ കണക്ട് ചെയ്യുക. അതിന് ഏതൊക്കെ AI ടൂൾസ് പഠിക്കണോ, പഠിക്കാൻ വേണ്ടിയിട്ട് 2026 സമയം മാറ്റി വെച്ചേ പറ്റൂ. ഗോൾ സെറ്റ് ചെയ്ത ആളുകൾ അതിലേക്ക് സമയം ഇല്ലെങ്കിൽ സമയം കൊടുക്കണം. ഇല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഏറ്റവും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, അതിന് സമയം കൊടുത്തേ പറ്റൂ. നമ്മളായി മാറിയാൽ മാത്രമാണ് സക്സസ് ആവാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കാം. ദെൻ എന്തൊക്കെ ബ്ലോക്കുകൾ നമുക്ക് വരാമെന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോളജ്, അറിവ് നമ്മുടെ ബ്ലോക്കാണ്. പണം നമുക്ക് ബ്ലോക്കായിട്ട് കിടക്കുന്നതാണ്. അവിടെ നമുക്ക് സൊല്യൂഷൻ ഇല്ല. അത് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യാൻ പഠിക്കണം. പക്ഷെ നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്കില്ലാണ് നമ്മുടെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ എന്താണോ അതിൽ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എത്ര പേര് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വീഡിയോ ചാലഞ്ചസ് നമ്മൾ ഇട്ടു. കുറച്ച് ആളുകൾക്ക് നന്നായിട്ട് ചെയ്തു, അവർക്ക് അതിന്റെ റിസൾട്ട് നന്നായി കാണുകയും ചെയ്തു. ബാക്കിയുള്ള ആളുകൾ ആദ്യത്തെ 1 ദിവസം 2 ദിവസം ഒക്കെ ചെയ്തു, കണ്ടിന്യൂ ചെയ്തില്ല. 10 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ശക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ സ്കിപ്പ് ചെയ്തു. കൺസിസ്റ്റൻസി ഇല്ല, നമുക്കതറിയാം. പക്ഷെ നമ്മുടെ ഡ്രീം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തല്ല ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല, ഡുവേഴ്സ് അല്ല. ആ 10 ദിവസത്തെ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യണം. 11ാമത്തെ ദിവസം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടേതായ നിഷിന്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതാ. കുറച്ച് ആളുകൾ ചെയ്തു, അവരിന്ന് നല്ല പെർഫോമൻസിൽ ഒരു സംശയമില്ല. ഷമീർ ഇന്റീരിയർ നന്നായിട്ട് ചെയ്യുന്നു, റിനു മേഡം നന്നായിട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വൈഗ മേഡം ചെയ്യുന്നു. അവരിന്ന് ഇതിൽ മീറ്റിംഗിൽ കാണുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ചെയ്യുന്ന ആളുകൾ നന്നായിട്ട്. അതേപോലെ തന്നെ ഫസീല മേഡം ഇതിലുണ്ടോ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഫസീല മേഡം നന്നായിട്ട് പേജ് മാനേജ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷം. അവർ പ്ലാൻസ് ആണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഇന്ന് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ വീഡിയോ ഒക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. ലിങ്ക് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് ആളുകൾ നന്നായിട്ട് ചെയ്തു, അവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, ഡ്രീം ഉണ്ട്, സ്വപ്നമുണ്ട്, ടോക്കേഴ്സ് ആണ്, ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ ആക്ഷൻസ് ഇല്ല, ആക്ഷൻസിലേക്ക് വന്നിട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ആക്ഷൻ എടുക്കാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2026 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാജിക് സംഭവിക്കുമെന്ന് ആലോചിച്ച് നമ്മൾ സമയം കളയാൻ നല്ലത്. ഒന്നും സംഭവിക്കുന്നില്ല. ആക്ഷൻ എടുത്തേ പറ്റൂ. ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? കൂടെ ഉണ്ട്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? കൂടെ ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സമയത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതേപോലെ സമയം ഇങ്ങനെ അങ്ങോട്ട് പോകും. സമയത്തെ മാനേജ്മെന്റ് ചെയ്യണം. ആ മാനേജ്മെന്റിൽ പ്രയോറിറ്റി ലിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സക്സസിന് ഞാൻ എന്തൊക്കെ പ്രയോറിറ്റി കൊടുക്കണോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ്, അവിടെയാണ് നോളജിന്റെ ഇമ്പോർട്ടന്റ്. അപ്പം ഗോൾ സെറ്റ് ചെയ്താൽ പോരാ, ഇതിനൊക്കെ വ്യക്തമായ സമയം കൊടുത്തേ പറ്റൂ. പണം അതിന്റെ പുറകിൽ വന്നോളും, അതിനെപ്പറ്റി ആരും വറി ആവണ്ട, അത് വന്നോളും. അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ് കൊണ്ട് അത് വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇതോടൊപ്പം ആക്ഷൻസ് എടുക്കുക. ആക്ഷൻ എടുക്കാതെ പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അങ്ങനെ കാലം കഴിഞ്ഞു പോകും. ഓക്കെ, ദെൻ
ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാനില്ല, സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സമയം സെൽഫിന് കൊടുക്കുക, സ്വന്തത്തോട് സംസാരിക്കുക. എവിടെയാണോ നേരത്തെ പറഞ്ഞ പോലെ ആ സൂം ചെയ്ത് നോക്കുക, എവിടെയാണോ എൻ്റെ പേഴ്സണൽ ബ്ലോക്ക് എടുക്കുന്നത് സൂം ചെയ്യുക, മാക്സിമം സൂം ചെയ്ത് നോക്കുക, എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടോ എഴുതുക. ആ ബ്ലോക്ക് നീക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമോ, എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണമോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ബാക്കിയുള്ളതൊന്നും നമ്മുടെ ലൈഫിലേക്ക് എന്തല്ല സെറ്റ് ആവില്ല. നമ്മൾ നമ്മുടെ ലൈഫിന് ഒരു ദിവസം എത്ര സമയം കൊടുക്കുന്നോ ആ സമയമാണ് നമ്മെ സക്സസ് ആക്കുക. അതുകൊണ്ട് സമയവും പ്ലസ് പൈസയും ഇൻവെസ്റ്റ് ചെയ്യുക. പഠിക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണമെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഓരോ ആളുകളും നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കഴിയുക, 100 രൂപയാണ് കഴിയാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാവുക. അവിടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ, ഡ്രസ്സ് എടുക്കാനായിക്കോട്ടെ, മറ്റുള്ള സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ട്രിപ്പ് പോകാനായിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ പൈസ കാണുന്ന സമയത്ത് നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ, ഒരു ടീമിന്റെ കൂടെ നിൽക്കാൻ, നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ, ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവിടെ ഒരു സമയവും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് മടിയാണ്. അത് അറേഞ്ച് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാവില്ല. സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും സക്സസ് ആവില്ല. സമയം ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി സമയം തീരെ പൈസ ഇല്ല, എന്നാൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. പഠിക്കാൻ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഒത്തിരി മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന ഒത്തിരി ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എവിടെ പ്രശ്നം, ഒരു മെന്ററിംഗ് ഇല്ലാതെ, ഒരാളെ നമ്മൾ പുഷ് ചെയ്യാതെ സെൽഫായിട്ട് നമുക്ക് എന്താ പറയാ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ സെൽഫായിട്ട് നമുക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ, നമ്മൾ സെൽഫ് മോട്ടീവ് അല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളൊരു മെന്ററിങ്ങിന്റെ കീഴിൽ വരേണ്ട ആവശ്യം വരുന്നത്. സെൽഫ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യെസ്, സെൽഫ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ലിമിറ്റേഷൻ ഉള്ളവർ നിർബന്ധമായിട്ട് ഒരു മെന്ററിങ്ങിന്റെ കീഴിൽ വരണം. വന്നിട്ട് ഇതേപോലെ പേഴ്സണൽ സപ്പോർട്ട് എടുക്കണം, ടീമിന്റെ സപ്പോർട്ട് എടുക്കണം, പോസിറ്റീവിന്റെ കൂടെ നിൽക്കണം. ഈ പറയുന്ന ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് മുൻപോട്ട് പോയാൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക. സമയം ഇൻവെസ്റ്റ് ചെയ്യുക, പറ്റാവുന്ന രീതിയിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്രിപ്പ് പോകാൻ, ഡ്രസ്സ് എടുക്കാൻ, ആഘോഷങ്ങൾക്ക്, ഇതിനൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളോടന്ന് ഒപ്പിച്ചിട്ട് ഒരു കല്യാണം ഡ്രസ്സ് എടുക്കുന്നുണ്ടാവും. അതേ ആവേശം എന്തിന് കാണിക്കുക, പഠനത്തിന് കാണിക്കുക. പഠനം പറയുമ്പോൾ ആ ഒരു ആവേശം ഉണ്ടാവും. ഇല്ലാത്ത പ്രയാസങ്ങൾ എല്ലാവരും കൂടി കൊടുത്തുകൊണ്ട് തലയിലേക്ക് ഇടും. അതിന് പൈസ ഇല്ല, ഇതിന് പൈസ ഇല്ല, ഇങ്ങനെ അപ്പൊ ഇപ്പം വേണ്ട എന്നിട്ട് മാറ്റി വെക്കും. അതേ സമയത്ത് ഒരു കല്യാണം വന്ന, ഒരു സെലിബ്രേഷൻ വന്നാൽ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഉള്ളോടന്ന് ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, സമയത്തിലും സ്കില്ലിലും. വേറെ ഇതിന് എളുപ്പ വഴികളൊന്നുമില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സക്സസിന്റെ മുന്നോട്ടുള്ള വഴിയിൽ ഏറ്റവും നമുക്ക് വേണ്ട കാര്യം. വേറെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പൈസ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. സ്വന്തത്തിലുള്ള നമ്മുടെ സ്കില്ലുണ്ടല്ലോ. അപ്പം പല ആളുകളും പാഷൻ കണ്ടെത്തിയിട്ടുണ്ടാവാം, ചിലർ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. കണ്ടെത്താത്ത ആളുകൾ അത് കണ്ടെത്താൻ നമുക്ക് എന്തുണ്ട്, അതിന്റെ വർക്ക്ഷോപ്പുകളുണ്ട്, അത് കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, അതിനെങ്ങനെയാണ് ഇൻകം ആക്കി മാറ്റുക, അതിന്റെ അടുത്ത വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. അതിനെ ഇൻകം ആക്കി മാറ്റാൻ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം, അതിനെങ്ങനെ പ്രൈസിങ് ചെയ്യണം, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അതിലെങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തണം, എങ്ങനെയാണ് കൺസിസ്റ്റൻസിലേക്ക് വരെ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകേണ്ട കാര്യം. സോഷ്യൽ മീഡിയ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം, ഇതൊക്കെ പഠിക്കണം. പഠിക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, ദെൻ ട്രസ്റ്റ് യുവർ സെൽഫ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഫിയേഴ്സിനെ ഫേസ് ചെയ്യുക. ഒളിച്ചോടാൻ ആരും തയ്യാറാവരുത്. ബിലീവ് ഇൻ യുവർ ഇന്നർ സ്ട്രെങ്ത്. ഓരോരുത്തർക്കും അവരുടെ അകത്തൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ആ ഇന്നർ സ്ട്രെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിച്ചേ പറ്റൂ. ഓക്കെ, 2025 കഴിയുമ്പോൾ എന്തൊക്കെയാണോ നമ്മളെ തളർത്തിയിട്ടത്, ആരൊക്കെയാണോ നമ്മളെ തളർത്തിയിട്ടത്, ആ തളർത്തിയിട്ടതിനെ പറ്റി നമ്മൾ പഠിക്കുക. നമ്മളിന്ന് ഒളിച്ചോടണ്ട. 2-3 ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, നമ്മളുടെ നെഗറ്റീവുകൾ മാത്രം എടുത്തിട്ട് നമ്മളെ അടിച്ചിടുന്ന ആളുകളുണ്ടാവും. നേരത്തെ പാമ്പിനെ കൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ നെഗറ്റീവുകൾ മാത്രം എടുത്ത്, നമ്മളിപ്പോൾ എന്ത് സ്റ്റേജിലാണോ നമ്മൾ വീട് കെടുക്കാവും, അവിടെ ഇട്ട് അടിക്കുന്ന ആളുകളുണ്ടാവും. അവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ മനസ്സിനകത്ത് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റും നമുക്ക് അവരെ. ഒരിക്കലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ കളിയാക്കലുകളൊന്നും നമ്മൾ മനസ്സിൽ കയറേണ്ട ഒരു കാര്യമില്ല. അവരവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ വിജയിച്ച് മുൻപോട്ട് വരുമ്പോഴും നമ്മൾ സക്സസ് ആയാൽ അവർ നമ്മുടെ ആളാവും. നാളെ വേറെ ആരെങ്കിലും ഇതേപോലെ അടിച്ചിടാൻ നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, ആ പീഡിയൊക്കെ കളയുമ്പോൾ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവരെ പറ്റി നമ്മൾ ബോധറാവണ്ട. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളുടെ ഇന്നർ സ്ട്രെങ്തിനെ എന്ത് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. എനിക്ക് ഇന്ന കഴിവുകളുണ്ട്. കഴിവുകളില്ലാത്ത ആരുമില്ല. എന്തെങ്കിലും രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും. നമ്മുടെ മുന്നിൽ 2 ചോയ്സാണ്. എന്താണ്, ഒന്ന്, കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കാതിരിക്കാം. നമുക്കൊരു കഴിവുകളും ഇല്ല, ഞാൻ 0 ആണ്, ഞാൻ എൻ്റെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാം. 2, എന്താ, ഉള്ള കഴിവുകളെ മൂർച്ച കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും,
ഉള്ളതുപോലെ നമുക്ക് അതിനെ സെല്ല് ചെയ്യാൻ വേണ്ടി സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ. ഇപ്പം ടെലികോളിംഗ് എന്നുള്ളൊരു ജോബ്, ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിലുള്ള കാര്യമാണ് പറയുന്നത്. ടെലികോളിംഗ് എന്നുള്ളൊരു ജോബാണ്. ഞാൻ നിരന്തരം ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നുണ്ടായ സംഭവങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഇന്നൊരു അവള് മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ മീറ്റിംഗ് കയറാൻ പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ജസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാർ എന്തെങ്കിലും പഠിപ്പിച്ച് കോഴ്സോ മറ്റു കാര്യങ്ങളോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ. അപ്പോൾ നീ എന്താ പഠിച്ച്? അപ്പോൾ അവള് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു? +2 കഴിഞ്ഞു പിന്നെ എന്താ പഠിച്ചു? ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, പകുതി എന്താ പോയി തോന്നുന്നു. ശേഷം ഞാൻ എന്ത് പഠിച്ചു? ഇപ്പം CTTC പഠിക്കുന്നു, അതായത് CTTCയുടെ കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ എന്താ പഠിച്ചത്? വേറെ എന്തൊരു കോഴ്സ് വേണം, ഒരു ടാലി ഉണ്ട് വേറെ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 4-5 കോഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ? ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ പഠിക്കുന്ന CTTC എന്തിനാണ്? അതിപ്പോൾ വെറുതെ അങ്ങനെ. അപ്പോൾ ഒന്നിനെ പറ്റി ഒരു പിക്ചറും ഇല്ല. ഏതൊക്കെ കോഴ്സ് പഠിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നീ ആദ്യം ഒരു കാര്യം ചെയ്യും. അപ്പോൾ സാർ എനിക്ക് കുറച്ചൊരു ഇൻകം ഒക്കെ വേണം, എന്നാലും എനിക്ക് ഇനി അടുത്ത പഠിക്കാം. അപ്പോഴും ഇൻകം ഉണ്ടാക്കി ഇനി അടുത്ത പഠിക്കാൻ പോകണ്ട. അപ്പോൾ നിന്റെ ഡ്രീം എന്താണ്? എൻ്റെ ഡ്രീം സാർ എനിക്കൊരു എന്താ പറയുക, ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് തുടങ്ങാൻ എൻ്റെ ഡ്രീം. നീ ഇത്രയും പഠിച്ചതും നിന്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിന് എന്താ കണക്ഷൻ ഉള്ളത്? ഒരു കണക്ഷനും ഇല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ പഠിച്ചത്? അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആള് ബ്ലാങ്കാ. അതായത് ഒരു ഐഡിയ ഇല്ല എന്ത് പഠിക്കണം. എവിടുന്നോ പരസ്യം കാണും, അതൊന്ന് പഠിക്കുന്നു. കുറേ ആളുകൾ അങ്ങനത്തെ, എൻ്റെ മുന്നിൽ ഇതൊരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഒത്തിരി എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ട്. ഇപ്പം ഇതിനകത്തിരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവാം. തെറ്റായിട്ട് പറയുന്നതല്ല, നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവളുടെ ആദ്യം പറഞ്ഞതാണ്, നീ അപ്പം ഇപ്പം നീ പൈസ ഉണ്ടാക്കാൻ. അപ്പം ഇപ്പം ഞാനൊരു ഇന്നലെ മുതൽ 2 ദിവസം മുമ്പോട്ടും ഞാനൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് ടെലികോളറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ എനിക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും? 20 അഡ്മിഷൻ ടാർഗറ്റ്. അത് ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ചിരിക്കുകയാണ്, കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 20 അഡ്മിഷൻ എന്നുള്ളത് ഒരു ചെറിയ ടാർഗറ്റാണ്. പഠിക്കുക എന്നുള്ളത് എഡ്യൂക്കേഷനാണ്. കേരളത്തിൽ ഓൺലൈനായിട്ട് കൊടുക്കുക. കേരളത്തിൽ കോടിക്കണക്കിന് ആളുകളുള്ള ഈ പ്ലാറ്റ്ഫോമിൽ 20 അഡ്മിഷനാണ് ചോദിച്ചിട്ടുള്ളൂ. അതും 1500 രൂപ ഫീസുള്ള 1500 രൂപയുള്ള ഫീസുള്ള 20 അഡ്മിഷൻ ഉണ്ടാക്കി കൊടുത്താൽ നിനക്ക് എത്ര, അറൗണ്ട് 6000 എന്തോ എമൗണ്ട് അവൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. 5000 6000 കിട്ടും. നിന്റെ പോക്കറ്റ് മണി അവിടെ കിട്ടും. ഈ 20 അഡ്മിഷൻ ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് നിനക്ക് ഇല്ല എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട ബാക്കി എല്ലാ കോഴ്സുകളും നിർത്തിയിട്ട് അതിനുള്ള സ്കില്ല് ഉണ്ടാക്കുക. സെല്ലിംഗ് സ്കിൽ എന്നൊരു സ്കില്ലുണ്ട്. ആ സ്കില്ല് ഒരാളെ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ഞാൻ അവരെ സംസാരിച്ച് അവരുടെ പൈസ വാങ്ങി ക്ലോസ് ചെയ്യേണ്ടത്, ഇതറിയില്ലെങ്കിൽ ആദ്യം അത് പഠിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ടെലികോളിംഗ് എന്നുള്ള മേഖല അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട്, ഇപ്പം എൻ്റെ തന്നെ ഒരു കുട്ടിയുണ്ട്, AI കോഴ്സാണ് സെല്ല് ചെയ്യുന്നത്. ജസ്റ്റ് 500 രൂപ വരുന്ന AI കോഴ്സാണ്. അവൾ മാസം അറൗണ്ട് 10,000 to 12,000 റുപ്പീസ് ഏൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വീട്ടിലിരിക്കുന്നേ ഉള്ളൂ. അവൾ വീട്ടിലിരുന്നുകൊണ്ട് ഈ കോഴ്സിനെ എൻക്വയറി ചെയ്യുന്നു, അയാൾക്ക് പൈസ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആ ലിങ്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, 10,000 to 12,000 ഏൺ ചെയ്യുന്നു. മീറ്റിങ്ങിലൂടെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഒന്നും സ്കില്ലില്ല എങ്കിൽ സംസാരിക്കാനുള്ള സ്കില്ലില്ലേ, ആ സ്കില്ലിനെ ടെലികോളിംഗ് ആക്കിയിട്ട് സെല്ലിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ പോരെ. സെല്ലിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ എന്താ വേണ്ടേ? സെയിൽസ് പഠിക്കണം. അതിന് പഠിക്കാൻ എന്താ വേണ്ടേ? ഇതേപോലുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനൊന്നും തയ്യാറല്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല പറഞ്ഞിരുന്നാൽ എവിടുന്ന പൈസ വരിക? തയ്യാറാണെങ്കിൽ സാധ്യതകൾ എന്നെ പേഴ്സണലായിട്ട് സമീപിച്ചോളൂ, ഞാൻ തരാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ പണികൾ. പണിയില്ല, സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കണ്ട. ഇതിനൊക്കെ മാർക്കല്ല. പക്ഷെ മാക്സിമം അതിൽ ഞാൻ എന്താവണം, എൻ്റെ സ്കില്ല് വെച്ച് ഞാൻ ആ 20 അഡ്മിഷൻ ആണെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ സ്കില്ലിനെ ഇപ്പൊ 0 ആയിരിക്കാം, പക്ഷെ 2 ദിവസം 4 ദിവസം 5 ദിവസം 10 ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻസിനെ അവർക്ക് ഇത് ആവശ്യമാണ്, ഞാൻ അവർക്ക് വിറ്റിരിക്കും എന്ന് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തയ്യാറാണോ? നമുക്ക് 10,000 20,000 1 ലക്ഷം ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഇത് മാത്രം മതി. സംസാരിക്കാനുള്ള കഴിവുള്ള ആൾക്ക് ടെലികോളിംഗ് ചെയ്താൽ തന്നെ ഇന്ന് ജീവിക്കാൻ, നല്ല ഹൈ ലെവലിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. ആ ലെവലിലേക്കുള്ള സ്കോപ്പുള്ള കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം എക്സ്ക്യൂസ് ഒഴിവാക്കുക, പണിയെടുക്കുക, ബിലീവ് ഇൻ യുവർ ഇന്നർ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത്തിനെ, ആ ഉള്ളിലുള്ള ഭയമൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പണിയെടുക്കാൻ തയ്യാറാവുക. നാം നമ്മെ തന്നെ പറ്റിച്ച് വഞ്ചിച്ച് കാലങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? പണിയെടുക്കുക. ആ ഇന്നർ സ്ട്രെങ്ത്തിനെ എടുക്കുക. അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും, ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. 2026 നമ്മുടേതാക്കി മാറണം. ജനുവരിയിൽ ഇത്ര ടാർഗറ്റ്, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഫെബ്രുവരിയിലേക്ക് ടാർഗറ്റ് ഇടുക, അച്ചീവ് ചെയ്യുക. ടീമായിട്ട് പണിയെടുക്കുക, മോട്ടീവായി നിൽക്കുക. എവിടെ നിന്നാലും മോട്ടിവേഷൻ കിട്ടുക, എവിടെ നിന്നാലും എനിക്കൊരു ടീമിന്റെ ഒരു എനർജി കിട്ടുക, അവരെ കൂടെ നിൽക്കുക. അത് എവിടെ നിൽക്കുക നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഓക്കെ. ഫിയർ എന്നുള്ളത് ജസ്റ്റ് ഒരു ഭയം എന്നുള്ളത് നമ്മൾ വെറുതെ മനസ്സ് കൊണ്ടു നടക്കേണ്ട സാധനമല്ല. സീരിയസ് ആയിട്ട് അതിനെ കാണും.
ഓക്കെ. അപ്പൊ നമുക്ക് സക്സസ് വരും. ദെൻ അപ്പം എന്താണ് 2026 നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഒന്ന് ഗോൾ സെറ്റ് ചെയ്യാം. ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്ന് ഒന്ന് എന്ത് ചെയ്യാം, റീകോൾ ചെയ്യാണ്. നമ്മൾ തുടക്കം വന്നത് ഗോൾ സെറ്റ് ചെയ്യാത്ത ആൾ ഗോൾ സെറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് വേണ്ടവർക്ക് നോട്ട് ചെയ്യാം. നിർബന്ധമായിട്ടും ആദ്യം ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫൈ യുവർ ബ്ലോക്ക്. എവിടെയാണ് ആ ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ സൂം ചെയ്ത് നോക്കുക. എവിടെയാണോ നമുക്ക് മനസ്സിന് ബ്ലോക്ക് വരുന്നത് സൂം ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം, മെത്തേഡ് ഉപയോഗിക്കണോ? സോറി, അല്ല, അതിന് നമ്മള് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമോ ബ്ലോക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട്? യെസ്, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. പല പല രീതിയിൽ നമുക്ക് നമ്മൾ എവിടെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ പേഴ്സണൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. താങ്ക് യു. ദെൻ ഇൻവെസ്റ്റ് റിസോഴ്സസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ പണി എന്താ? ആ ബ്ലോക്ക് നീക്കാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഞാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് രണ്ടിനും തയ്യാറാവുക. മടി കാണിക്കരുത്. സമയം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, പ്ലസ് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അവിടെ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ആ ഒരു മടി ഉണ്ടല്ലോ, ആ മടി ആദ്യം മാറ്റണം. പക്ഷെ പ്രോപ്പറായിട്ട് എനിക്ക് ആവശ്യമുള്ളതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ചില ആളുകൾ വെറുതെ ആ കോഴ്സ് ഈ കോഴ്സും ഒക്കെ കൊണ്ടിടും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനം പഠിക്കാൻ അതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഡെയിലി ആക്ഷൻ എടുക്കുക. ഇതിവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. ആക്ഷൻ എടുക്കാതെ എന്ത് കാട്ടിക്കൂട്ടിനും കാര്യമില്ല. പക്ഷെ നാളെ മുതൽ തന്നെ ഭയങ്കരമായിട്ട് മലം മറിക്കും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. 1% ആക്ഷൻ എടുത്തിട്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവും. 1% എങ്കിലും ഒരു ദിവസം ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. നാം നമ്മോട് തന്നെ അതിൽ ഹാപ്പിനെസ് കാണിക്കുക. ഓക്കെ. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ട്രസ്റ്റ് യുവർ സെൽഫ്. സെൽഫിനെ വിശ്വസിക്കുക ആദ്യം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ വറീഡ് ആവുക വേണ്ട, ബോധർ ആവുക വേണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. അതിനെ യൂസ് ചെയ്യാൻ തയ്യാറാണോ? എല്ലാവരും അങ്ങനെ തന്നെ സക്സസ് ആയിട്ടുള്ളത്. നിക് വ്യൂയിച്ചിക് എന്നുള്ള 2 കൈയും 2 കാലും ഇല്ലാത്ത അമേരിക്കക്കാരനെ നമുക്ക് കാണാം. നിങ്ങളൊക്കെ കണ്ട ആളുകൾ, ഞാൻ അതിന്റെ വീഡിയോസ് കാണിക്കുന്നില്ല. ഇല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ സ്പെല്ലിങ്ങിന് എനിക്ക് ചാറ്റ് ബോക്സിൽ അടിച്ചിടാം. നിക് വ്യൂയിച്ചിക് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. 2 കൈയില് 2 കാലില്ല. അയാളുടെ ഒരു മണിക്കൂറിന് ലക്ഷങ്ങളാണ് ചാർജ്. അയാൾ ഡ്രൈവ് ചെയ്യും, അയാൾ എല്ലാ സ്പോർട്സ് ഐറ്റങ്ങളും ചെയ്യും, നീന്തും. എന്തൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റും അതൊക്കെ അയാൾ ചെയ്യും. എങ്ങനെ പറ്റുന്നു? 2 കൈയില്ല. നമ്മളൊരു വിരലിന്റെ തലപ്പത്ത് ഒരു കത്തി തട്ടിക്കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ജോലി ലീവ് എടുക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെയാണ് നിക് വ്യൂയിച്ചിക് എന്ത് ചെയ്യുന്നത്? 2 കൈയും 2 കാലും ഇല്ലാതെ നമ്മുടെ മുന്നിൽ ഇതെല്ലാം കാണിച്ചു തരുന്നത്. പിന്നെ എന്ത് എക്സ്ക്യൂസ് പറയാനാ നമ്മുടെ മുന്നിൽ? ഒഴിവുകഴിവ് പറയാനാ നമുക്കുള്ളത്? ഒരു രക്ഷയില്ല. ഒരു ഒഴിവുകഴിവും നമുക്ക് പറയാൻ കഴിയില്ല. അസീം എന്നുള്ള കേരളത്തിലെ ആ കുട്ടിയാണ് കടലിടുക്കുകൾ നീന്തി കിടക്കുന്നത് 2 കൈയില്ലാതെ. നമുക്കൊരു എക്സ്ക്യൂസും പറയാനില്ല അവന്റെ മുന്നിൽ. അവനത് നേടുന്നുണ്ടെങ്കിൽ, അവനത് വിജയിക്കുന്നതിന് അവന് മുന്നിൽ നമുക്കൊരു എക്സ്ക്യൂസും പറയാനില്ല. ചെയ്യാൻ അവനക്ക് പറ്റുന്നുണ്ടെങ്കിൽ. ഓരോരുത്തരെയും എടുത്തു നോക്കുക. ഓരോരുത്തരും എന്തിലാണോ മാസ്റ്റർ? സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കറിയാം. അദ്ദേഹം SSLC ഫെയിലറായി, പക്ഷെ അദ്ദേഹം എന്തിലും മാസ്റ്ററിയായി. ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ പാഷനാക്കി. അതിൽ അദ്ദേഹം എത്ര സമയം ചെലവഴിക്കാൻ ഒരു മടി കൂടാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അദ്ദേഹം മാസ്റ്ററിയായി. ബാക്കിയുള്ളതിനെ പറ്റി അയാൾ ബോധറേ ഇല്ല. അയാൾ SSLC പാസ്സായില്ല എന്ന് കരുതിയിട്ട് പലർക്കും ആ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് +2 ഇല്ല, ഡിഗ്രി ഇല്ല, എനിക്ക് നോളജ് ഇല്ല. എൻ്റെ അടുത്ത് പലരും പറയുന്നതാ. സച്ചിൻ ടെണ്ടുൽക്കർ ഉദാഹരണമായിട്ട് എടുത്തോളി. SSLC തോറ്റ ഒരാള് വേൾഡിലെ, ഇന്ത്യയിലെ നമ്പർ 1, വേൾഡിലെ നമ്പർ 1. എന്താണ്? അയാൾക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കുക. അതിൽ അയാൾ എന്ത് ചെയ്തു? മാസ്റ്ററിയായി. വേറെ ഒന്നിനും അയാൾ പോയില്ല. അതിൽ അയാൾ ഫോക്കസ്ഡ് ആയിരുന്നു. ഓരോരുത്തർ എടുത്ത് നോക്കൂ. യേശുദാസിനെ എടുത്ത് നോക്കൂ. യേശുദാസ് മറ്റൊന്നിനും ഇല്ല, പക്ഷെ പാട്ട് പാടാൻ അതിന് യേശുദാസിനെ കവർ ചെയ്യാൻ ആരുമില്ല. അദ്ദേഹം അതിൽ മാസ്റ്ററിയായി. അങ്ങനെ ഓരോ ആളുകളെയും നമ്മൾ എടുത്തു നോക്കിയാൽ, സക്സസ് ആയ ഓരോ ആളുകളെ എടുത്ത് നോക്കും. അവർ ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും അവർ ഫോക്കസ്ഡ് അല്ല. ഒരുപാട് ഡിഗ്രിയുടെ പുറകിൽ അവർ പോകുന്നില്ല. അവർ എന്തിലാണോ ആയി നിൽക്കുന്നത് അതിൽ എവിടുന്ന് ചോദിച്ചാലും അവർ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ഇവിടുന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അപ്പം വലിയ വലിയ വ്യക്തിത്വങ്ങളൊക്കെ കടന്നു വന്നത് ഒത്തിരി ഈ പറയുന്ന പ്രയാസങ്ങളൊക്കെ താണ്ടി തന്നെയാണ്. അപ്പം നമുക്കൊരു മെന്ററിങ്ങിന്റെ കീഴിൽ പോകുമ്പോൾ സൗകര്യം എന്താണ്? ആദ്യമേ വെട്ടിപ്പോയ വഴിയിലൂടെ നടക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഒരു കൊല്ലം എടുക്കുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയും. അപ്പം ഇന്ന് സംസാരിച്ച ഈ 5 കാര്യങ്ങൾ, ഗോൾ സെറ്റ് ചെയ്യാത്ത ഗോൾ സെറ്റ് ചെയ്യുക, ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക, റിസോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക, നമ്മിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ 90 ഡേയ്സ് പ്രാക്ടിക്കൽ വർക്ക് പ്ലാൻ അത് കറക്റ്റായിട്ട് അതിന്റെ ബാച്ചസ് അഡ്മിഷൻ കാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആവട്ടെ, പുതിയ മെമ്പേഴ്സ് ആവട്ടെ, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ഗോൾ സെറ്റ് ചെയ്യാത്ത ആൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് അവർ കറക്റ്റ് എന്തിലേക്ക് പോകണം എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്.
അതോടൊപ്പം പേഴ്സണൽ അറ്റൻഷൻ ആണ്, കോമൺ ക്ലാസ്സസ് ഉണ്ട്. ഭയങ്കര ശരിക്കും ആ ഒരു 90 ഡേയ്സ് കഴിയുമ്പോഴേക്കും എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു അതിലേക്ക് അവരെ പ്രാപ്തമാക്കുക എന്നുള്ളത് അത് എൻ്റെ ടാർഗറ്റാണ്. നിങ്ങളത് ടാർഗറ്റ് ചെയ്തിട്ടാണോ ഇല്ല എൻ്റെ ചോദിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ട് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാൾ അതിൽ വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സ് കഴിയുമ്പോഴേക്കും അവർ എന്താവാൻ ആഗ്രഹിച്ചോ അതിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസിലാണ് ഞാൻ അതിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു 90 ഡേയ്സ് 2026 90 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയവും ചെറിയൊരു പൈസ 10,000 അതിന്റെ ഫീ വെച്ചതാണ്. 9,999 ആണ്, 9,999 ഫീസ് വെച്ചത്. പക്ഷെ ഈ ന്യൂ ഇയറിൽ അതിൽ 50% ഓഫിൽ 4,999 ഇപ്പൊ ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. 4,999. ഞാൻ ഇതേ സംഭവം കുറച്ച് മുമ്പ് എനിക്കറിയാം. ഞാൻ ഇവിടെ പല ആളുകളും 4,999 ജോയിൻ ചെയ്തത് 10 ഡേയ്സ് കോഴ്സ്. അന്ന് പല ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തോളൂ പറയും. ഇപ്പം ഈ റിസൾട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം പറഞ്ഞ ഡിസംബറോട് കൂടി ഞാനത് നിർത്തുമെന്ന് പറഞ്ഞു. അത് നിർത്തിയപ്പോൾ കുറെ ആളുകൾ വന്നത് സാർ 4,999. ഞാൻ പറഞ്ഞു അത് നിർത്തി, അതിലേക്ക് ഇനിയില്ല, അത് ഞാൻ ജസ്റ്റ് ഒരു 10 ഡേയ്സ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നു ഈ 90 ഡേയ്സ് പ്ലാനിൽ 4,999 എന്നുള്ള പേയ്മെന്റിൽ ഇപ്പൊ ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴത്തെ ഒരു അവസരമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു നിശ്ചിത ടൈം അഡ്മിഷൻ വരെ ആ ഒരു എമൗണ്ടിൽ പോകും. അത് കഴിഞ്ഞാൽ അത് അതിന്റെ യഥാർത്ഥ പ്രൈസിലേക്ക് തന്നെ മാറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഈ 2026 ട്രാൻസ്ഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ ആർക്കെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. ഞാൻ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അടിച്ചിടാം, അതിൽ മെസ്സേജ് ചെയ്യാം. ദെൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കും. എനിക്ക് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു കുറഞ്ഞ സമയം എടുത്തിട്ട് ഇന്ന് പറഞ്ഞ സെഷനുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയ ഡൗട്ടുകളൊക്കെ ഉണ്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് എന്തായാലും ഒന്ന് ചോദിക്കണം. ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങൾ തന്നെ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ വളരെ സന്തോഷം. കാരണം ഞാനൊരു 1 അവർ സംസാരിച്ചു. അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അടുത്ത സെഷൻസിലൊക്കെ എന്ത് മാറ്റം വരുത്തണം, ഇത് നിങ്ങൾക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയോ, അതുപോലെ തന്നെ 2025 ഡിസംബർ 31 ഒരു ദിവസം അവസാനിക്കുക, നാളെ ഒരു നല്ല ദിവസം തുടങ്ങുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയോ, ഇതൊക്കെ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ 2026 നമ്മുടെ വർഷമാക്കി മാറ്റണം. അതിനെല്ലാവരും തയ്യാറാവണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയാണ്. സമയവും സ്കില്ലും ഒക്കെ നമുക്കുണ്ട്. മറ്റുള്ളവരൊക്കെ വിജയിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക. നമ്മുടെ മൈൻഡിനെ അതിലേക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. മൈൻഡിനെ സെറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിക്കും. നമ്മുടെ മനസ്സാണ് നമ്മൾ വളരണോ താഴണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കാതെ നാം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമയത്തെ നാം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഒരു രീതിയിലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ വിജയത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് നമ്മെ സ്വാധീനിക്കുന്നത് മുഴുവൻ പുറത്തുനിന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിനെ പുറത്തുനിന്ന് പല കാര്യങ്ങൾ സ്വാധീനിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്തിനെ തടയുന്നത്. അയാളുടെ പ്രശ്നം, ഇയാളുടെ പ്രശ്നം, അവിടെ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ നെഗറ്റീവിൽ സ്വാധീനിക്കുന്നു. ആ നെഗറ്റീവ് മനസ്സിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകളൊക്കെ നെഗറ്റീവായി പോകും. നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കുക, നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിലാക്കുക, സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ 2026 നല്ലൊരു വിജയം, ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ടൈമാണ്. ഓരോരുത്തരും ഞാൻ വിളിക്കാതെ തന്നെ നിങ്ങളൊന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് കുറഞ്ഞ വാക്കുകളിൽ ഫീഡ്ബാക്ക് പറഞ്ഞാൽ വളരെ സന്തോഷം. ആർക്കെങ്കിലും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നത് നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്പർ ഇല്ലാത്ത ആളത് എടുക്കാം. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാവോ? ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചാറ്റ് ബോക്സിൽ ചെയ്താൽ മതി. ബിസ് ലൈഫിൽ കമ്മ്യൂണിറ്റിയിൽ മുമ്പ് ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് പറയണമെന്ന് പരിചയപ്പെടുത്തണം. അതോടൊപ്പം നിങ്ങളെ കോൺടാക്ട് നമ്പറും നെയിമും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ സന്തോഷമായിരുന്നു. അപ്ഡേഷൻസും കാര്യങ്ങളും അറിയിക്കാനും പറ്റും. ഓക്കെ ഓക്കെ തുടങ്ങാം. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങി വെക്കും. യെസ്, അനീഷ മാഡം. ഓക്കെ, ഒന്ന് തുടങ്ങും. ഒന്ന് ഫീഡ്ബാക്ക് തുടങ്ങും. കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇന്ന് സംസാരിച്ചുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ടും ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. ആരാദ്യം പറയുന്നേ? ഞാൻ വിളിക്കേണ്ടി വരും പറയാൻ. എന്റെ മുന്നിൽ കാണുന്ന ആളുകള് ജമീല സലീമാണ് ആദ്യം കാണുന്നത്. സംസാരിക്കാൻ പറ്റുമോ? വീഡിയോ പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഓക്കെ. പിന്നെ കേട്ടിടത്തോളം കൊള്ളാൻ തോന്നുന്നു. ഞാനൊരു 4,999 ഒരു ഓഫർ കിടക്കുന്നുണ്ടാണ്. അതില് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത്. അത് ഇപ്പൊ ഇല്ലേ സാർ? ഇല്ല, അത് ഡിസംബറോട് കൂടി നമ്മള് അത് ഇതാക്കിയിട്ടുണ്ട് മാഡം. ഞാനിപ്പോ 5-6 വർഷം കൊണ്ട് നിങ്ങൾ എന്റെ നമ്പർ എടുത്തിട്ടുണ്ടോ?
ഞാനില്ല സാറിന്റെ നമ്പർ ഇല്ല, എന്റെ നമ്പർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോളാം കേട്ടോ. ഓക്കെ, എന്താ ആ, ചെയ്യുന്നത് ഇപ്പം? ഞാന് ഒരു പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ സെന്റർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റിച്ചിങ്, പിന്നെ ഗോൾഡ് കവറിങ്ങിന്റെ ഓക്കെ ഐറ്റംസ്, ഫാൻസി ഡ്രസ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഓക്കെ 6 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ അത് റെന്റ് ഷോപ്പിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഷോപ്പിന്റെ കുറച്ച് പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ഷോപ്പ് ഒഴിയേണ്ടി വന്നു. ഓക്കെ ഓക്കെ അങ്ങനെ ഒരു വർഷം ഇപ്പം ബിസിനസ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോഴ് പുതിയതായിട്ട് വീട്ടിൽ കൂടെ ചേർത്ത ഒരു ഷോപ്പൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ട് ഇനി ഓൺലൈനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തു. അപ്പൊ അതിന് ലൊക്കേഷൻ വേണ്ടിയുള്ള എവിടെയാണ്? എല്ലാ സെറ്റപ്പ്. ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ അടുത്ത് പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ 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 അപ്പൊ ഓക്കെ അതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് എനിക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം പഠിക്കാം അപ്പൊ പഠിക്കാം അതിനെ കുറിച്ചൊന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. തീർച്ചയായിട്ടും പഠിച്ച് പഠിക്കാം. ചെയ്യണം. ഉം. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും 2026 ഭംഗിയാക്കണം എന്നുള്ള വെരി ഗുഡ് വെരി ഉള്ള ഗുഡ് വെരി ഗുഡ്. വളരെ ആഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലേക്ക് ഗോൾ സെറ്റ് 2027 ഒരു കോടീശ്വരിയായിട്ടൊക്കെ ഇങ്ങനെ മനസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതൊക്കെ സെറ്റ് ആക്കി എടുക്കും. ഓക്കെ അപ്പൊ അതിനകത്ത് പ്രവർത്തിക്കാനും കൂടെ പറ്റാൻ വേണ്ടിയുള്ള ഒരു പിന്നെ പഠനം എങ്ങനെയാണ് നമുക്കത് എവിടെ നിന്ന് കിട്ടും, അതിനുള്ള കുറച്ചുകൂടെ ഉള്ള അറിവുകൾ എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ സാറിന്റെ ക്ലാസ് ഇതിനെ കുറിച്ച്. നിർബന്ധമായിട്ടും നോളജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം തുടങ്ങാൻ. ഒത്തിരി ആളുകൾ തുടങ്ങി വെച്ചിട്ട് എവിടെ എത്താതെ നമ്മളുടെ എൻ്റെ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആദ്യം പഠിച്ച് സെറ്റ് ആയതിനു ശേഷം തുടങ്ങുക. ഓക്കെ, ഉം. ആദ്യം നിങ്ങൾ സ്റ്റെപ്പ് അങ്ങനെ 1 സ്റ്റെപ്പ് 2 എന്നുള്ളതിൽ തന്നെ പഠിക്കണം. ആ, അപ്പൊ എന്തായിരുന്നാലും ഒരു ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതാണ് ആദ്യ ഘട്ടം. പിന്നെ അത് ഒത്തിരി കോമ്പറ്റീഷനുള്ള മേഖലയാണ്. നന്നായിട്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലക്ഷ്യവും മാർഗവും കറക്റ്റ് ചെയ്ത് ആ ട്രാക്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പോയാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആകാൻ കഴിയും. ഒരു ആവേശത്തിൽ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് ആക്കുന്നതല്ല, പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അല്ല, വലിയ ഒരു എക്സ്പെൻസ് ഒന്നും ചെലവാക്കി ചെയ്യുന്നില്ല. കുറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിനെ കുറിച്ച് എനിക്കിതൊന്ന് പഠിക്കണം. പഠിക്കാൻ വേണ്ടി നമുക്ക് പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ വേണമല്ലോ. ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ജമീല മാഡം. വേറെ ആരാ സംസാരിക്കാം? ഹാരിസ് സംസാരിക്കുന്നോ? ഹാരിസിനെ കാണുന്നുണ്ട് ഇവിടെ. ആരെ പറഞ്ഞോളൂ. ജയശ്രീ മാഡം ആണോ? പറഞ്ഞോളൂ. നമസ്കാരം. പിന്നെ സാറേ, ആ. കുറച്ച് പഠിക്കാനുള്ള കോഴ്സ് ചേരാൻ വേണ്ടിയിട്ട് 2 ദിവസത്തിനുള്ളിൽ ചേരാം. ഓക്കെ പിന്നെ മുന്നോട്ട് എനിക്ക് കുറെ അറിവില്ലായ്മയുണ്ടല്ലോ. അങ്ങനെ ഇതൊക്കെ തുടങ്ങിയപ്പോ ചെയ്ത് നോക്കി തുടങ്ങിയോ? ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലി വന്നാൽ മതി കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ പേഴ്സണലി വന്നാൽ മതി. കാണാറില്ലല്ലോ, ബിസി ആയോ? എന്താ ഇപ്പം വർഷമായിട്ട് കണ്ടിട്ടില്ല പേഴ്സണലായിട്ട്. അല്ല, എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ചോദിക്കാനുണ്ടോ? ഉണ്ട്. ഞാൻ പൈസ അടച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. കുഴപ്പമില്ല. നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ എന്തായാലും മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലോ. അതൊക്കെ മാറ്റങ്ങളാണ്. ഇത് മാറ്റല്ല. എനിക്ക് ആദ്യം മടിയല്ലായിരുന്നോ മൈക്ക് ഓപ്പൺ ചെയ്യാൻ? പേടിയല്ലായിരുന്നോ? ഓക്കെ. അതൊക്കെ മാറ്റം. ഓരോരുത്തരും എവിടെ എത്തി നിൽക്കുന്നു അതിൽ ഒരു ശതമാനം മാറാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ ഭയമാണ്, വേറെ എന്തൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ഓർക്കുന്നുണ്ട്. പേഴ്സണലി വന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. അനീഷ മാഡം. യെസ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത് ക്ലാസ്സില്. യെസ്. രാവിലെ സാറിന്റെ ക്ലാസ് എനിക്ക് നല്ല പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ടാന്ന്. ഇപ്പൊ സെഷനിലല്ലേ? ഓക്കെ. ഇപ്പൊ ഈ മീറ്റിങ്ങും കേട്ടപ്പോ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ബിസിനസ്സിൽ ബ്ലോക്ക് എങ്ങനെ മാറ്റാം, അതെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയൊരു ഇതുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ. പഠിച്ചു വരണം, എന്നാലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്. ഈ 2026 എന്ന് പറയുന്നത് നല്ലൊരു ഇതായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് എത്തിയിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ.
വേറെ ആരും സംസാരിക്കാൻ ഇതൊരു എക്സ്പീരിയൻസ് ആണ് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാന്നുള്ളതൊക്കെ, ഒരു മീറ്റിംഗിൽ സംസാരിക്കാന്നുള്ളതൊക്കെ. അതിന്റെ ഇത് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയൽ മാത്രമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലും നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും ശീലമില്ലാത്തവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാനൊക്കെ പറ്റും. സാറാ പറയാ, പെട്ടെന്ന് അവസാനിപ്പിക്കണം നമുക്ക്. സാർ നമസ്കാരം. പറയൂ പറയൂ. ഈ ന്യൂ ഇയർ, ഈ ഒരു ഇയർ അവസാനിക്കുമ്പോ സാറിനോട് സംസാരിക്കാനും നിർത്താൻ പറ്റില്ലല്ലോ. യെസ് യെസ് ഞാൻ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തത് 2026-ലാണ്. അപ്പൊ ഏകദേശം ജനുവരി പകുതിയോടുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു മിസ്സിംഗ് ഉണ്ടാവില്ല, എപ്പോഴും നമുക്ക് ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സാറിന്റെ പോസിറ്റീവ് തിങ്കിങ് ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ട്. പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ചില ആൾക്കാർ ഇത് ബോറാണെന്ന് പറയാറുണ്ട് എന്നോട് അഭിപ്രായങ്ങൾ. പക്ഷെ ഞാൻ അതിനെ ലിസണർ ആകാനാണ് പറയാറുള്ളത്. അപ്പൊ എനിക്ക് എല്ലാവരോടും, പുതിയ ആൾക്കാരോടും പഴയ ആൾക്കാരോടും പറയാറുള്ളത്, ഞാനൊന്ന് പ്രമാദമാവാതെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കണ്ട. ഞാൻ എന്റെ ടൈമിങ് ഇൻകൺവീനിയൻസ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അക്ബർ സാറിനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. താങ്ക് യു മാഡം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. വേറെ ആരാ സംസാരിക്കാൻ? പുതിയ ആളുകൾ ആരെങ്കിലും? റിനിമയുടെ ലൈനിലുണ്ടോ എന്തെങ്കിലുമൊക്കെ പറയാൻ? ഓരോരുത്തരും വിളിക്കേണ്ട അവസ്ഥയാണല്ലോ ഇപ്പോൾ. ജാസ്മിൻ, ശ്രീദേവി, യെസ്. റിനിമേടോ മിറാക്കിൾ കേൾക്കാം. ഓക്കെ. നിങ്ങൾ ഉണ്ടായിരുന്നോ മീറ്റിംഗിൽ? ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഞാനപ്പം പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ കാണാത്തോണ്ടല്ലേ അപ്പോഴേ വിളിച്ചിരുന്നു ഞാൻ. കണ്ടിരുന്നു. ഞാൻ കേൾക്കുന്നു. ഞാൻ ന്യൂ കമേഴ്സ് ഒക്കെ ഒന്ന് വരട്ടെ ഇങ്ങോട്ട്. നമുക്കതല്ലേ നമ്മളുടെ ലക്ഷ്യം, അതാണല്ലോ. യെസ്, തീർച്ചയായിട്ടും. നമ്മൾ വളരുക, ഒപ്പം ഇവരെല്ലാരും ഒന്നിച്ച് നമ്മുടെ കൂടെ വളർന്നു വരിക. നമ്മളാ അപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് 2025 ഇങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളുടെ ഒരിക്കലും ഒരു പെർമിഷൻ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഒന്ന് ഒരു എൻക്വയറി ഇട്ട ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ആദ്യത്തെ വീഡിയോ, നിങ്ങൾ പുതുതായിട്ട് വീഡിയോ കേട്ടോ. പിന്നെന്താ സാറേ, തീർച്ചയായിട്ടും. ഞാനിപ്പോ ബിസ് ലൈഫിന് നാളെ അതെന്തായാലും ഇട്ട് തരും. നാളെ എന്റെ അത് ഭയങ്കര ഹാപ്പി എന്നല്ല, നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ. അത് രണ്ട് കാര്യമുണ്ട് സാറേ. നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വന്നു പെട്ടതും. ഇന്നിപ്പോ 1-to-1 സെഷൻ, 3 സെഷൻ കഴിഞ്ഞ്, ഗ്രൂപ്പ് സെഷനും കഴിഞ്ഞ് ആണ് ഞാൻ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിലേക്ക് കയറുന്നത്. കണ്ടിന്യൂസ് ക്ലാസ് 5:30 തുടങ്ങി, ഇപ്പൊ 8 o'clock സാറിന്റെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. രാവിലെ 6 o'clock ക്ലാസ് നടക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്ത് സ്വപ്നം കാണുന്നുണ്ടോ അതിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നു. അതിൽ റിസൾട്ട് വരുന്നു. അതാണല്ലോ നമ്മളുടെ പണമൊന്നുമല്ല, മനുഷ്യന്മാർക്ക് മാറ്റം വരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഹാപ്പി, നമ്മൾ ഭയങ്കര ലക്കി, ഭയങ്കര ബ്ലെസ്ഡ് ആയി. അപ്പൊ 25 ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. 26 തുടങ്ങുന്നല്ലോ, 25 എങ്ങനെ അവസാനിക്കും, സങ്കടപ്പെട്ടിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബിസ് ലൈഫില് അല്ലെങ്കിൽ അക്ബർ സാറിന്റെ അടുത്ത് വന്ന് കുറച്ച് അനുസരണ കാണിച്ചതിന്റെ ഗുണമാണിത്. കുറച്ച് അനുസരണം, മുഴുവനായി കാണിച്ചതിന് എന്നോ ഇത് സക്സസ് ആയി പോയേനെ. അത് കുറച്ച് നേരം വൈകിട്ടാണല്ലോ, കുറച്ച് അനുസരണ കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ഒത്തിരി പേരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു, അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, റീപ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ ഏകദേശം ഒരു 15 days കഴിഞ്ഞു. ആദ്യം 7 days കഴിഞ്ഞു. ഇന്നിപ്പോ 9ാമത്തെ ദിവസത്തെ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്കും മനുഷ്യർക്ക് വന്ന മാറ്റം നമുക്ക് ഭയങ്കര സന്തോഷം. അവരുടെ ബിസിനസ്സിൽ മാറ്റം വന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ. അവർ അസുഖം ഉണ്ടായിരുന്നത് മറന്നുപോയി. കുറെ ദിവസം കൂടിയിട്ട് ഞാൻ ചോദിച്ചപ്പോ അത് മറന്നുപോയി മാം, അങ്ങനെ അസുഖം ഉണ്ടായിരുന്ന കാര്യം. അത് നമ്മളൊരു മാജിക്കും ചെയ്തിട്ടല്ല, അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച്. പർപ്പസ് മാറി, സിസ്റ്റമാറ്റിക്കായി അപ്രോച്ചായി, അവരുടെ ഫോക്കസ് വേറെ മാറി, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ശരിയായി. അപ്പൊ ഞാൻ എടുത്ത നിശ്ചയ കറക്റ്റ് ആയിരുന്നു. എൻ്റെ ഈ പ്രോഗ്രാം അത് മിറാക്കിൾ ജേണി മിറാക്കിളായിട്ട് തന്നെ വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പി, ഭയങ്കര താങ്ക്ഫുൾ. ഇതിൽ കേട്ടിരിക്കുന്നവരെ എല്ലാവരെയും പരിചയം, കുറച്ച് പേരൊക്കെ പരിചയമുണ്ട്. എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, സാർ എത്ര പറഞ്ഞാലും ആക്ഷൻ നമ്മുടെ അടുത്ത് വരാതെ ഒരു മാറ്റവും വരില്ല. സാർ എത്ര പറഞ്ഞോട്ടെ, എത്ര പ്രാവശ്യം പറഞ്ഞ് നമ്മൾ കേൾക്കും. വീണ്ടും നമ്മൾ ഒരു കുഞ്ഞു സ്റ്റെപ്പ് എടുത്താൽ മതി, അതിനൊരു റിസൾട്ട് ഉണ്ട്.
അത് ചെയ്ത് അല്ലെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആയ ഒരാളാണ് ഞാൻ. സക്സസ് ആയെന്ന് ഞാൻ പറയാറായിട്ടില്ല, എക്സ്പീരിയൻസ് ആയതാണ്. എനിക്ക് പുതിയ ടാസ്ക് വീണ്ടും സാറ് തന്നിട്ടുണ്ട് അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം പ്ലാൻഡ് ആയി, അതിന്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനി ഒരു ജനുവരി 10th ഞങ്ങൾ വീണ്ടും അത് ലോഞ്ച് ചെയ്യും. വീഡിയോസ് റെക്കോർഡ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പുതിയ പ്രോഗ്രാമുകളൊക്കെ സാർ എനിക്ക് വീണ്ടും ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ന്യൂ ഇയർ പറയാൻ സന്തോഷത്തോടെ എല്ലാവരോടും പറയുന്നു. എല്ലാവർക്കും ഇതേപോലെയുള്ള നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ന്യൂ ഇയർ വരട്ടെ. 2026 ശരിക്കും നിങ്ങളൊരു സെലിബ്രിറ്റി മോഡിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം. ഗോൾ സെറ്റിംഗ്സിൽ ആ സെലിബ്രിറ്റി ആവുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു സെലിബ്രിറ്റി. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് സെറ്റ് ആവാം. മറ്റുള്ള വേദികളിലൊക്കെ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് പോകുന്നതും ഡ്രീം ചെയ്തോളൂ. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് പറയൂ. പിന്നെ റീന മാഡത്തിന്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയതാ. നിങ്ങൾ സാറ് പറഞ്ഞ എല്ലാ കാര്യവും സെറ്റ് ചെയ്യിച്ചു കഴിഞ്ഞു. സത്യം സാറ് പറഞ്ഞ എല്ലാ കാര്യവും റീന മാഡം ചെയ്യിച്ചു വെച്ചേക്കുമായിരുന്നു. പറയാൻ വിട്ടുപോയതാ. എല്ലാം ചെയ്യിച്ചു വെച്ചേക്കുമായിരുന്നു, പറയാൻ വിട്ടുപോയി. ഞാൻ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിനൊക്കെ ഓർത്തത് മേഡം വന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടേയിരിക്കും. അങ്ങനെയാണ് കണക്ഷൻ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു ഓൾ. അപ്പം റിനോയുടെ പരിചയമില്ലാത്ത ആളിന് റിനോയുടെ ഒരു മൈൻഡ് ഫോർ ട്രെയിനിങ് ആണ്. ആർക്കെങ്കിലും ഒക്കെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ റിന മാഡത്തിനെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ട്. പേഴ്സണലായിട്ട് ചെയ്താൽ ചെയ്തു തരുന്നുണ്ട്. ജയശ്രീ മാഡം റിന മാഡത്തിന്റെ വിദ്യാർത്ഥിയാണ്. ഓക്കെ, താങ്ക് യു. റാഹില, കുറെ പേരുണ്ട്. റൈന മാഡം ഉണ്ടല്ലേ? കൊച്ചുമോനെ കണ്ടോ? റാഹില, ഹരി, അതെ, മക്കള് എല്ലാരും ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. മേഡം എല്ലാരും ഉണ്ട്. എല്ലാരും നല്ല സക്സസിലേക്ക് വരും. ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. മേഡം പറയുന്നതാ? ഇല്ല സാർ. സാർ ഒരു സംശയം, ഈ ഓൺലൈൻ ക്ലാസ് ഡ്രസ്സിങ്ങിന്റെ തുടങ്ങിയാല് ഫോട്ടോ കണ്ടിട്ട് പിന്നെ സാധനം വീട്ടിൽ എത്തിക്കഴിഞ്ഞാല് അതേ മെറ്റീരിയൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറിന്റെ അടുത്ത് ചീത്ത കേൾക്കേണ്ടി വരും എന്നൊക്കെ. അപ്പൊ എനിക്കൊരു പേടി. ഫസ്റ്റ് ബിൽഡപ്പ് ആണ് അതിപ്പം. അങ്ങനെയാണെങ്കിൽ മാഡം ആരെങ്കിലും അത് ചെയ്യാതിരിക്കണ്ടേ? ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ ഓൺലൈൻ ഡ്രസ്സിന്റെ ബിസിനസ് നടക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, നന്നായി നടക്കുന്നില്ലേ? നമ്മൾ ആളുകളുടെ ട്രസ്റ്റ് ബിൽഡപ്പ് ആണ്. ഓൺലൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റ് ബിൽഡപ്പ് ആണ്. നിങ്ങളൊന്ന് ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സ് ഓക്കെ ആണ്, ഉദ്ദേശിച്ച ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പിന്നെ അടുത്ത ഓർഡർ വരുമ്പോൾ മാറി കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ വാങ്ങുന്ന പൈസക്കുള്ള ക്വാളിറ്റി സാധനം ഉണ്ടാവണം. 500 രൂപ കൊടുക്കുന്ന സാധനം അതിന്റെ ക്വാളിറ്റി ഉണ്ടായാൽ മതി. 1000 മേടിക്കുമ്പോൾ അതിന്റെ ഉണ്ടാവണം. അതായത് തന്നെ പറയും വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഇത് 500 രൂപയുടെ സാധനമാണ്, ഇത്ര ക്വാളിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. വലിയ പ്രതീക്ഷകൾ കൊടുത്തിട്ട് ചെയ്യരുത്. പിന്നെ വൈകി കഴിഞ്ഞാല് കസ്റ്റമറിന്റെ ചീത്ത കേൾക്കേണ്ടി കറക്റ്റ് ആയിട്ട് അതിനൊക്കെ പോളിസി ഉണ്ട്. വൈകേണ്ട കാര്യമില്ല, വൈകാതെ നമ്മൾ കൊടുക്കാൻ പറ്റണം. അത് ഓൺലൈൻ അല്ലല്ലോ, ഓഫ്ലൈൻ അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങി നേരം വൈകി നിങ്ങൾ ചീത്ത പറയില്ലേ? ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ സാധനം എടുക്കാലോ. ഇതിപ്പോ ആ പറഞ്ഞ ഡേറ്റിന് കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ സീസണിന്റെ സമയത്തൊക്കെ. അതെ, അത് പറയുന്നത് സീസണിന്റെ സമയത്തൊക്കെ മുൻകൂട്ടിയിട്ട് ഇത്ര സമയത്തും നേരത്തെ ഓർഡർ ചെയ്താലേ സാധനം കിട്ടുള്ളൂ നമ്മൾ മുൻകൂട്ടി പറയും. ഒരാഴ്ച വരുന്ന സമയത്ത് നമ്മൾ വെറുതെ പോയിട്ട് 2 ദിവസം കൊണ്ട് തരാമെന്ന് പറയാൻ പാടില്ല. അപ്പോഴാണ് ഈ പ്രശ്നം വരിക. അവിടെ ഒരു ഓർഡർ മിസ്സാവും ചിലപ്പോ, എന്നാലും ട്രസ്റ്റ് ബിൽഡപ്പ് ആവും. പിന്നെ വീട്ടിൽ ആ സാധനം അവരെടുത്തിട്ടില്ലെങ്കിൽ ആ സാധനം വീട്ടിൽ എടുക്കും. റിട്ടേൺ പോളിസി ഉണ്ട്. ഇത്ര ദിവസത്തിനകത്ത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പൈസ മടക്കി കൊടുക്കണം. റിട്ടേൺ അയക്കുന്നതിന്റെ ചിലര് കൊറിയർ ചാർജ് അവരെടുക്കണം എന്ന് പറയും. ചിലര് ആൾക്ക് ഓരോ ലാഭം എടുക്കുന്നതിനനുസരിച്ചാണ്. അത് നമ്മൾ ആ പോളിസി മുൻകൂട്ടി പറയും. ചിലർ റിട്ടേൺ എടുക്കുന്നേ ഇല്ല. കുഴപ്പമില്ല മാഡം, പേഴ്സണലായിട്ട് വോയിസ് അയച്ചാൽ ഞാൻ റീപ്ലൈ തരുന്നുണ്ട് ഡൗട്ടുകൾ കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രീദേവി മാഡം സംസാരിക്കുന്നോ? പറയൂ. ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. ഹലോ സാറേ. പറയൂ.
ആ, എന്താ പറയാ, ഞാൻ ബിസിനസ്സില് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ വാട്സപ്പ് വഴിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ കുറച്ച് നമ്മുടെ ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഇത്ര ടൈം വെച്ച് പറഞ്ഞ് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്ത് പോണ്. നിങ്ങൾ ശരിക്കും ഓക്കെ നിങ്ങൾ ഒന്ന് സ്പീഡാക്കിയിട്ട് ഇപ്പം ഇനി വരാൻ പോകുന്നത് ഒരു പെരുന്നാളിന്റെ ഒരു സീസൺ വരാൻ പോവല്ലേ? ഓ, ആ സീസൺ നിങ്ങൾ കറക്റ്റായിട്ട് ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴേ ഒന്ന് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ഫെബ്രുവരി 1st ഒക്കെ ആയിട്ട് എൻ്റെ ബിസിനസ് തുടങ്ങും. ജനുവരി ശരിക്കും അതിലേക്ക് പ്ലാൻഡ് ആവണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പേഴ്സണലി കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എനിക്ക് ആ ഈ സീസൺ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഈ പെരുന്നാള് ഉത്സവങ്ങളിലൊക്കെ സീസൺ അല്ലേ നമ്മളപ്പോ അതിന്റെ ഓൺലൈൻ അതിന് മുൻകൂട്ടിയിട്ട് വെൽ പ്ലാൻഡ് ആവണം. പ്ലാൻ ചെയ്താലാണ് ആദ്യ കസ്റ്റമർ ആവുള്ളൂ. ഓക്കെ ഓക്കെ ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് അതിലേക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് നിങ്ങൾ ഇന്ന് റിമൈൻഡ് ചെയ്താൽ മതി, ഞാൻ സപ്പോർട്ട് ചെയ്യാം. 2025 സാറിന്റെ ഒരു ക്ലാസ് കേട്ടിൽ വലിയൊരു ഇതാണ് എനിക്ക് 2025. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് 2026 ഞാനത് സക്സസ് ആയി ഗോൾ നേടും. ഞാൻ മാസം ഇത്ര നേടും എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നേടിയെടുക്കണം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് ചെയ്തവർക്കൊക്കെ നേടാൻ റിസൾട്ട് ഉണ്ട്. ഇപ്പം റിനു മാഡം പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട്. മാഡത്തിന്റെ ക്ലാസ്സും കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. സാറിന്റെ സ്റ്റുഡന്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും കൂടി പറ്റും എന്നുള്ളൊരു ധൈര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും ഇതാണ് എനിക്കൊരു അത് അറിയില്ല എന്ന് പറയണ്ട, അത് പഠിക്കാനല്ല നമ്മളോട് വന്നിട്ടുള്ളത്. എല്ലാം പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. റെഡി ആയിക്കോളും. അറിയില്ല എന്ന് പറയാൻ എനിക്കിപ്പോ പറ്റുന്നില്ല. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്കത് പറ്റുന്നുള്ള ഒരു ഇതാണ്. വെരി ഗുഡ്. ചെയ്യാത്ത സ്കൂളുകളിലൊക്കെ ഞാൻ മൊബൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിശ്ചയ ഇൻകം ആവുന്നവരെ നിങ്ങൾ തന്നെ സെൽഫായിട്ട് ചെയ്യണം. നമുക്കൊരു അത്യാവശ്യം ഇൻകം ആയതിനു ശേഷം വേറെ ആളെ കണ്ടാൽ മതി. എനിക്ക് പിന്നെ കുറച്ച് മൈൻഡ് എനിക്ക് ഇതിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കുറെ കാര്യങ്ങളാണ് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറേം കൂടി എനിക്ക് ഇതിലും ഇൻക്ലൂഡ് ആവണം. ലേസർ മൈൻഡ് സെറ്റ് ആക്കുക. ഞാൻ പറയാറില്ലേ, നിങ്ങൾ ഒരു ട്യൂബ് ലൈറ്റ് ഒരു റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രകാശം പരന്ന് എടുക്കുക ചെയ്യാം. മൈൻഡ് സെറ്റ് എന്തായാലും ലേസർ ലൈറ്റ് ആക്കുക. ലേസർ ആക്കുമ്പോൾ പ്രത്യേകത ഒന്നിൽ മാത്രം ഫോക്കസ്ഡ് ആവും. ലേസറിലേക്ക് മാറാം. ട്യൂബ് ലൈറ്റ് ഓഫ് ആക്കി കളയും കേട്ടോ. ഓക്കെ, ഒറ്റൊന്നിൽ ഫോക്കസ്ഡ് ആവും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നോ? നമുക്ക് അവസാനിപ്പിക്കാൻ. അന്നത്തെ ആർക്കെങ്കിലും ഇതിലേക്ക് നമ്മുടെ 90 ഡേയ്സ് പ്ലാനിലേക്ക് വരാനുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഇവിടെ ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക്. ആരിസ് സംസാരിക്കുന്നു. ആരിസ് ലൈവായിട്ട് വീഡിയോയിലുണ്ട്. ആരിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അതാണ്. ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യുന്നവരെ ലൈവായിട്ട് വീഡിയോയിൽ ഉണ്ടാവും. ആരിസിൽ മാത്രം കാണുന്ന വളരെ റിയലി അപ്രീസിയേറ്റ് ചെയ്യാണത്. നല്ലൊരു ക്വാളിറ്റിയാണത്. ഇരിക്കാന്നുള്ളത് സന്തോഷം, വളരെ സന്തോഷം. 2026 ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ് അതിന് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉഷാറാവട്ടെ ആശംസിക്കാം. താങ്ക് യു. ഓക്കെ, നാസ് പുതിയ ആളാണ്. നാസ് ലൈനിലുണ്ടോ? എന്തെങ്കിലും സംസാരിക്കാവോ? എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ്? പുതിയ ആളായിരുന്നു. ജെയ്സൺ പുതിയ ആളാണ്. പുതിയ ആൾ വരെ കാണുന്നുള്ളൂ. നാസ് ലൈനിലുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വിജയം നമുക്ക് ലഭിക്കുന്ന രീതിയിൽ എല്ലാവരും പ്രോപ്പറായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 5-6 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വിജയം 2026 എല്ലാവരും നമുക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവരും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ അതത് മാസം അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകണം. ആ രീതിയിലേക്ക് നമുക്ക് സക്സസ് ആവണം. എല്ലാവരും അതിലേക്ക് ആത്മാർത്ഥമായിട്ട് സമീപിക്കുക. ഒരിക്കലും കിറ്റ് ചെയ്ത് പോകരുത്, ഒരിക്കലും നിർത്തിപ്പോകരുത്. ഫാൾട്ടുകളൊക്കെ വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ നടന്നോളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തു അത്ര. പക്ഷേ അവിടെ വെച്ച് എത്രയാണ് 10% നടന്നാൽ അതിൽ ഹാപ്പി ആവുക. അടുത്ത ദിവസം 11% ആക്കാൻ നോക്കുക. ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മളെ ഡ്രീമിനെ, സ്വപ്നത്തെ, നമ്മളെ ആഗ്രഹത്തെ, നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. എപ്പോഴും ഫെയിലർ ആവുക, പകുതി വെച്ച് ഉപേക്ഷിക്കുന്ന ആളാണ്. കല്ല് പൊട്ടിക്കുന്ന കാര്യം പറയാറില്ലേ? അടിച്ചടിച്ചടിച്ച് അവസാന അടിയിൽ ചിലപ്പം അവിടേക്കും ഉണ്ടാവുക
നിധി ഇരിക്കുന്നില്ല. പക്ഷെ അവസാനത്തെ അടി അവിടെ ഇട്ടിട്ട് തിരിച്ചു പോരുന്ന ആളുകളായി മാറാൻ ഒരിക്കലും പാടില്ല. നമ്മൾ പരമാവധി നമ്മുടെ സ്കില്ലിനെ മൂർച്ച കൂട്ടുക, മാക്സിമം യൂസ് ചെയ്യുക, വേറെ ഒന്നും നമുക്ക് വേണ്ട. എല്ലാവരും അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. എനിവേ വളരെ സന്തോഷം എല്ലാവരും കണ്ട്, എല്ലാവരും നല്ല നല്ല വാക്കുകൾ, വളരെ സന്തോഷം. നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ ഓരോരുത്തർക്കും. ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത ആൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും. ക്ലാരിറ്റി വരുത്താൻ, മുൻപോട്ട് പോവാം. Then okay, thank you all. Good night. Okay. Happy New Year all. Okay, thank you.